ലോകത്ത് നിയോഗിക്കപ്പെട്ട മുഴുവൻ അമ്പിയാക്കളും പഠിപ്പിച്ച അടിസ്ഥാന ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. ഇമാം ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിച്ച തർക്കമില്ലാത്ത അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസാണത്. ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന വചനമാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവന് യാതൊരു പങ്കുകാരുമില്ല. ഇതാണ് ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞ വചനങ്ങളിൽ ഏറ്റവും അഫ്ളലായ വചനമെന്നാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. ഓതിവെച്ച ആയത്തിൻ്റെയും ആശയം സമാനമാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. നബിയെ, താങ്കൾക്ക് മുമ്പ് നാം ഏത് റസൂലുമാരെയും നിയോഗിച്ചിട്ടുണ്ടെങ്കിലും അവർക്കെല്ലാം വഹി നൽകിയിട്ടുണ്ട്. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, തീർച്ചയായും ഞാനല്ലാതെ ഇലാഹില്ല. ഫഅ്ബുദൂൻ, അതായത് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന വഹി നൽകാത്ത ഒരു റസൂലിനെയും നാം താങ്കൾക്ക് മുമ്പ് അയച്ചിട്ടില്ല എന്നാണ് ആയത്തിൻ്റെ ആശയം. ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും തർക്കമില്ലാതെ സ്വീകരിച്ചു പോകുന്ന അടിസ്ഥാന ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് എന്നത്. മറ്റു അടിസ്ഥാന വിഷയങ്ങളിൽ ഓരോ പ്രവാചകന്മാർക്കും ഓരോ ശരീഅത്താണ്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തല്ല നൂഹ് നബിക്കുണ്ടായിരുന്നത്. നൂഹ് നബിയുടെ ശരീഅത്തല്ല, മതനിയമങ്ങളല്ല ഇബ്രാഹിം നബിക്കും മൂസാ നബിക്കും ഈസാ നബിക്കും ഒന്നും നിശ്ചയിക്കപ്പെട്ടത്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് പ്രകാരം ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ വിവാഹം കഴിക്കാമായിരുന്നു. കാരണം അതേ ലോകത്തുള്ളൂ, അല്ലാത്ത വേറെ സ്ത്രീകളില്ല. പക്ഷെ ഒരേ പ്രസവത്തിൽ ജനിച്ച ഇരട്ടകളായ സഹോദരി സഹോദരന്മാർ തമ്മിൽ വിവാഹം പാടില്ല, അതാണ് അന്നുണ്ടായിരുന്നത്. അല്ലാത്ത ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാം. എന്നാൽ പിന്നീട് വന്ന ശരീഅത്തെ അത് അല്ലാഹു തആല നിയമം മാറ്റി, അത് പറ്റില്ല എന്നാൽ നമുക്ക് അല്ലാഹു നിശ്ചയിച്ച നിയമം ഇന്ന്. മുൻകാല സമുദായങ്ങൾക്ക് ആർക്കും പള്ളികളിൽ വെച്ചല്ലാതെ നിസ്കരിക്കാൻ പാടില്ലായിരുന്നു. ഈ ഉമ്മത്തിന് അങ്ങനെയല്ല. ജുഇലത് ലിയൽ അർളു കുല്ലുഹാ മസ്ജിദൻ വതുഹൂറ. നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് ഭൂമി മുഴുവനും മസ്ജിദാക്കപ്പെട്ടിരിക്കുന്നു. ഈ ഉമ്മത്തിന് മാത്രമായി നബി അല്ലാഹു തആല നൽകിയ 5 കാര്യങ്ങൾ, അതിൽപ്പെട്ടൊരു കാര്യമാണത്. ഭൂമി മുഴുവൻ എനിക്ക് മസ്ജിദാണ്, എവിടെയും സുജൂദ് ചെയ്യാം, ഭൂമിയിൽ എവിടെയും നിസ്കരിക്കാം. വതുഹൂറ, ഭൂമി മുഴുവൻ തുഹൂറാക്കാൻ പറ്റിയതുമാണ്. എവിടെ വെച്ചും ശുദ്ധീകരണമാകാം. വെള്ളമില്ലെങ്കിൽ തൈമം ചെയ്യാം. അത് ഭൂമിയിൽ എവിടെയും, ഭൂമിയുടെ പ്രതലത്തിൽ എവിടെയും അടിച്ചുകൊണ്ടൊരാൾക്ക് തൈമം ചെയ്യാൻ പറ്റും. അത് ഈ ഉമ്മത്തിന് മാത്രം നിശ്ചയിച്ച ശരീഅത്ത് നിയമമാണ്. കഴിഞ്ഞ കാല ഉമ്മത്തുകൾക്ക് അത് ഉണ്ടായിരുന്നില്ല. അവർക്ക് നിസ്കാരം അവർക്ക് നിശ്ചയിക്കപ്പെട്ട അവരുടെ പള്ളികളിൽ മാത്രമാണ് നിസ്കരിക്കാനെന്ന് അനുവാദമുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ മാറ്റമുണ്ട്. മുൻഗാമികൾക്ക് നോമ്പുണ്ട്, നമുക്കും നോമ്പുണ്ട്. പക്ഷെ അവർക്ക് മൗനവ്രതമായിരുന്നു. സൂറത്തു മറിയമിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയല്ലോ. ആലി ഇംറാനിലും കാണാം. സഖറിയ നബിയുടെയും മറിയം ബിബിയുടെയും നോമ്പ് പറഞ്ഞപ്പോൾ ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. ഇന്നെനിക്ക് നോമ്പാണ്, നോമ്പ് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു, അതിനാൽ ഒരാളോടും സംസാരിക്കയില്ല എന്ന് പറയാനാണ് കൽപ്പിച്ചത്. അത് നോമ്പെടുത്താൽ ഭക്ഷണം കഴിക്കാം, സംസാരിക്കാൻ പറ്റില്ല. ഇന്ന് സംസാരിക്കാം, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പം നിയമങ്ങൾ മാറി മാറി വരും. എന്നാൽ മാറാത്ത അടിസ്ഥാനമാണ് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് എല്ലാ അമ്പിയാക്കളും ഒരേ ആശയമാണ് പഠിപ്പിച്ചത്. കാരണം ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പഠിപ്പിച്ച വിശ്വാസത്തിൽ പിന്നെ മാറ്റം വരാനില്ല. അത് അടിസ്ഥാനമാണ്. കർമ്മങ്ങൾ മാറ്റം വരും. നാടനുസരിച്ച്, തലമുറയനുസരിച്ച്, ആളുകൾ സാഹചര്യം അനുസരിച്ചൊക്കെ അല്ലാഹു തആല നിയമങ്ങൾ മാറ്റിക്കൊടുക്കും. എന്നാൽ വിശ്വാസം അങ്ങനെ മാറാനില്ല. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടും മുമ്പ് തന്നെയുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ല എന്നുള്ളത് ഒരു നബി വന്നപ്പോൾ ഉണ്ടായ പുതിയ ആശയമല്ല. എന്നാൽ 5 നേരം നിസ്കരിക്കണമെന്നത് ഈ ഉമ്മത്തിൽ നബിക്ക് ഇസ്ലാം മിഅ്റാജ് യാത്രയോടുകൂടി അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തു. അവിടെ മുതൽ ഉണ്ടായതാണ് 5 നേരത്തെ നിസ്കാരം. അതുപോലെ 5 നേരത്തെ നിസ്കാരമില്ല. എന്നാൽ നബി വന്നത് മുതലല്ല അല്ലാഹു തആല ഇലാഹായി മാറിയത്. അതിനു മുമ്പേ തന്നെ പടച്ച റബ്ബ് മാത്രമാണ് ഇലാഹ്. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടും മുമ്പ് തന്നെ പടച്ച റബ്ബ് മാത്രമാണ് ഇലാഹ്. ഒരാളും സൃഷ്ടിയായി ഇല്ലാത്ത പടച്ച റബ്ബ് മാത്രമുള്ള കാലഘട്ടത്തിലും അവൻ മാത്രമാണ് ഇലാഹ്. അതിന് പക്ഷെ ആരാധിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് മാത്രം. പടച്ചവനെ ഇബാദത്ത് എടുക്കാൻ ആരുമില്ല, ഒരു സൃഷ്ടിയുമില്ല, സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ. സൃഷ്ടിപ്പ് ആരംഭിക്കും മുമ്പുമുള്ള യാഥാർത്ഥ്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ലാ ഇലാഹ ഇല്ല എന്നത്. അതുകൊണ്ട് ഒരു പ്രവാചകൻ വന്നിട്ട് ആ മേഖലയിൽ പുതിയതായി ഒന്നും പഠിപ്പിക്കാനില്ല. ഉള്ള യാഥാർത്ഥ്യത്തെ അറിയിക്കുവാനാണ് ആ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. ആകാശഭൂമികളുടെ ആശയമാണ് തൗഹീദ്.
വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്തുള്ള എടുത്തു പറഞ്ഞ കാര്യമാണ്. സബ്ബഹദില്ല യുസബ്ബിഹുദില്ല തുടങ്ങിയ പ്രയോഗങ്ങൾ കാണാം. പടച്ച റബ്ബ് തസ്ബീഹ് ചെയ്യുന്നു. മാഫിസ് സമാവാതി വമാഫിൽ അർദ്, ആകാശങ്ങളുള്ള മുഴുവനും ഭൂമിയിലുള്ള മുഴുവനും പടച്ച റബ്ബ് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, വള്ളികളും മരങ്ങളും പോലും പടച്ച റബ്ബിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. ഇങ്ങനെ ലോകം മുഴുവനും പ്രപഞ്ചം മുഴുവനും പടച്ച റബ്ബിനെ കീഴ്പ്പെട്ട് അവന്റെ നിയമങ്ങളെ പാലിച്ച് അവർക്ക് നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥകൾ പ്രകാരം എല്ലാ സൃഷ്ടികളും ഇവിടെ മുന്നോട്ട് പോകുന്നു. അവയെല്ലാം സ്വീകരിച്ച അടിസ്ഥാന ആശയമാണ് പടച്ച റബ്ബിന് മാത്രം കീഴ്പ്പെടുക, അവന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനെ മാത്രം തസ്ബീഹ് ചെയ്യുക, അവനെ മാത്രം ഇലാഹായി കാണുക എന്നത് പ്രകൃതിയുടെ അടിസ്ഥാന നിയമമാണ്. കല്ലുകളെ കുറിച്ച് പോലും അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ, കല്ലുകൾ പോലും പടച്ച റബ്ബിനെ പേടിച്ച് താഴോട്ട് ഉരുണ്ടു വീഴുന്ന കല്ലുകളുണ്ട്. ഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാ, പൊട്ടിപ്പിളർന്ന് വെള്ളം പുറത്തേക്ക് വരുന്ന കല്ലുകളുണ്ട്. പടച്ച റബ്ബിനെ പേടിച്ച് മേൽഭാഗത്ത് താഴോട്ട് ഉരുണ്ടു വീഴുന്ന കല്ലുകൾ പോലും ഉണ്ട് എന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. അപ്പോൾ പ്രകൃതി മൊത്തം സ്വീകരിച്ച, പ്രപഞ്ചം മൊത്തം സ്വീകരിക്കാൻ കൽപ്പിക്കപ്പെട്ട ആശയമാണ് അല്ലാഹു ലാ ഇലാഹില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം. അത് ഒരു നബി വന്നപ്പോൾ ആ രംഗത്ത് പുതിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അന്ന് തൗഹീദായ ഒരു കാര്യം മറ്റൊരു നബി വരുമ്പോൾ തൗഹീദ് അല്ലാതായി മാറുകയില്ല. ഒരു നബിയുടെ കാലത്ത് ശിർക്കായ ഒരു കാര്യം മറ്റൊരു നബിയുടെ കാലത്ത് ശിർക്ക് അല്ലാതായി മാറുകയില്ല. എന്നാൽ ഒരു നബിയുടെ കാലത്ത് ഹലാലായ കാര്യം മറ്റൊരു നബിയുടെ കാലത്ത് ഹറാമായി മാറും. അന്ന് ഹറാമായ ഒരു കാര്യം മറ്റൊരു പ്രവാചകന് ഹലാലായി മാറും. അത് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരും. യുദ്ധാർത്ഥ സ്വത്തുകൾ, ഗനീമത്ത് സ്വത്തുകൾ ഈ ഉമ്മത്തിന് മാത്രമാണ് അനുവദിക്കപ്പെട്ടത്. മുൻകാല സമുദായങ്ങൾക്കൊന്നും യുദ്ധാർജിത സ്വത്ത് അനുവദിക്കപ്പെട്ടിട്ടില്ല. യുദ്ധത്തിൽ വിജയിച്ചാൽ, ശത്രുവിൻ്റെ സ്വത്ത് പിടിച്ചടക്കിയാൽ അവസാനം ഒരു ഭാഗത്ത് കൂട്ടിയിടും, ആകാശത്തിൽ നിന്ന് തീയിറങ്ങി വരും, എന്നിട്ട് ആ സ്വത്ത് മുഴുവൻ കരിഞ്ഞു പോകും. അതായിരുന്നു മുൻകാല സമുദായങ്ങൾക്കുണ്ടായിരുന്ന റബ്ബിൻ്റെ നടപടിക്രമം, സുന്നത്തതായിരുന്നു. ഈ ഉമ്മത്തിൽ അങ്ങനെയല്ല. ഈ ഉമ്മത്തിൽ അല്ലാഹു തആല അത് ആളുകൾക്ക് വിരിച്ചെടുക്കാനുള്ള അനുവാദം നൽകിയ ഗനീമത്ത് സ്വത്ത് അല്ലാഹു തആല വിശദമായ ആയത്തിറക്കിക്കൊണ്ട് തന്നെ അതിന് വിഭജനം പോലും പഠിപ്പിച്ച് എങ്ങനെയാണ് വിഭജിക്കേണ്ടത്, ആർക്കെല്ലാം എത്രയെല്ലാം ഓഹരി വെക്കണം തുടങ്ങിയ എല്ലാ നിയമങ്ങളും അല്ലാഹു തആല വിശദമായി സൂറത്തുൽ അൻഫാലിൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ശേഷമുള്ള സംഭവങ്ങൾ തുടർന്ന് റബ്ബിറക്കിയ ആയത്തുകളാണത്. അപ്പോൾ ഹറാം ഹലാലുകൾ മാറ്റം വരും. എല്ലാ വിശ്വാസരംഗത്ത് മാറ്റം വരികയില്ല. പടച്ച റബ്ബ് റഹ്മാനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഒന്നാമത്തെ മനുഷ്യനും വിശ്വസിക്കേണ്ട യാഥാർത്ഥ്യമാണ്. അന്നില്ലാത്ത സിഫത്ത് അള്ളാഹ്ക്ക് ഇന്ന് വേറെ ഉണ്ടാവില്ല. അന്നില്ലാത്ത ഇസ്മ് ഇന്ന് വേറെ ഉണ്ടാവില്ല. ഒരുപക്ഷെ അന്ന് അള്ളാഹ് അറിയിച്ചു കൊടുക്കാത്ത ഇസ്മ് ഇന്ന് അറിയിച്ചു കൊടുത്തേക്കാം. ആദം നബിക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കാത്ത ഇസ്മ് ഒരുപക്ഷെ ഇബ്രാഹിം നബിക്കോ മൂസാ നബിക്കോ ഈസാ നബിക്കോ മുഹമ്മദ് നബിക്കോ ഒക്കെ അറിയിച്ചു കൊടുത്തേക്കാം. ഒരുപക്ഷെ ആർക്കും അറിയിക്കാത്ത ഇസ്മ ഉണ്ടായേക്കാം. എന്നാൽ പുതിയ ഇസ്മ് പടച്ച റബ്ബിന് ഉണ്ടായി വരിക, പുതിയ സിഫത്ത് ഉണ്ടായി വരിക, അതുണ്ടാവില്ല. അതുകൊണ്ട് നബി ഞങ്ങളെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാമല്ലോ, അള്ളാഹുവിൻ്റെ എല്ലാ പേരും വെച്ച് ഞാൻ ചോദിക്കുന്നു, അല്ലാഹുമ്മ യസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക. അപ്പോൾ നിനക്ക് നീ വെച്ച എല്ലാ പേരും വെച്ച് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം നബി ഞങ്ങൾ പറഞ്ഞു, എൻ്റെ കിതാബിൽ നീ ഇറക്കിയത് അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റെ അടിമക്ക് നീ പഠിപ്പിച്ചു കൊടുത്തത് അവിസ്തഗ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അല്ലെങ്കിൽ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാതെ നിനക്ക് മാത്രം അറിയാവുന്ന നിന്റെ പേരുകൾ അതെല്ലാം വെച്ച് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ ആ ഇസ്മുകൾ ഏതെങ്കിലും ഒരു നബിക്ക് അല്ലാഹു വഹി നൽകിയതുണ്ടാകാം, ഏതെങ്കിലും ഒരു കിതാബിൽ അല്ലാഹു തആല ഇറക്കിയ നാമങ്ങൾ ഉണ്ടാവാം. ഒരാൾക്കും അറിയിച്ചു കൊടുക്കാത്ത റബ്ബിന് മാത്രം അറിയുന്ന റബ്ബിന് നാമങ്ങളും ഉണ്ടാകാം. എന്നാൽ പുതിയ നാമം ഉണ്ടായി വരുന്നില്ല പടച്ച റബ്ബിന്. വിശ്വാസകാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്നർത്ഥം. ഇത് അടിസ്ഥാനമാണ്. അതുകൊണ്ട് നബി ഞങ്ങൾ പറഞ്ഞത് അൽ അംബിയാഉ അബ്നാഉൽ ലിഅല്ലാത്തിൻ, പ്രവാചകന്മാർ അബ്നാഉൽ ലിഅല്ലാത്തിൻ, ഒരാളുടെ വ്യത്യസ്ത ഭാര്യമാരിൽ പിറന്ന മക്കളെപ്പോലെയാണ്. ഒരാളുടെ വ്യത്യസ്ത ഭാര്യമാരുണ്ടായ മക്കളെപ്പോലെയാണ് അംബിയാക്കൾ. പിതാവ് ഒന്നാണ്, മാതാക്കൾ വ്യത്യസ്തമാണ്. അവർക്കെല്ലാം വാപ്പ ഒന്നാണ്, പക്ഷെ ഉമ്മ വ്യത്യസ്തമായ ഉമ്മമാർ എന്നതുപോലെയാണ്. ദീനുഹും വാഹിദ്, അവിടെ അടിസ്ഥാന ആദർശം ഒന്നാണ്. എന്നാൽ മറ്റു കാര്യങ്ങൾ വമനാഹിജുഹും ശത്ത, അവിടെ മൻഹജുകൾ, അവിടെ ശരീഅത്തുകൾ അതെല്ലാം വ്യത്യസ്തമാകുന്നു. അപ്പോൾ നിയമങ്ങൾ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ അടിസ്ഥാന വിശ്വാസങ്ങളിൽ മാറ്റം വരുന്നില്ല. അത് തൗഹീദ് എന്നുള്ളത് ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടും മുമ്പേ തന്നെ ലോകത്തുള്ള യാഥാർത്ഥ്യമാണ്. പടച്ച റബ്ബ് മാത്രമുള്ള ഒരു പടപ്പുമില്ലാത്ത കാലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ലാ ഇലാഹ ഇല്ല, അന്ന് റബ്ബിന് ഇലാഹായി അംഗീകരിക്കാൻ ആരുമില്ല എന്ന് മാത്രം, റബ്ബിനെ ആരാധിക്കാൻ ആരുമില്ല എന്ന് മാത്രം. പക്ഷേ യാഥാർത്ഥ്യം അന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അമ്പിയാക്കൾ വന്നിട്ട് തൗഹീദിൽ പുതിയൊരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. അന്ന് തൗഹീദായ ഒന്ന് പിന്നെ തൗഹീദ് അല്ലാതായി മാറുക, അന്ന് ശിർക്കായ ഒരു കാര്യം പിന്നെ ശിർക്കല്ലാതായി മാറുക, അങ്ങനത്തെ ഒന്നും ഉണ്ടാവുകയില്ല. അത് ലോകം മുഴുവനും ഏത് കാലത്തും ഖിയാമത്ത് വരെയും അതങ്ങനെ തന്നെയാണ്. ഈ ലോകത്ത് മുഴുവൻ മനുഷ്യന്മാരും അതിനെതിരെ പറഞ്ഞാലും ശരി, ഈ യാഥാർത്ഥ്യം മാറാൻ പോകുന്നില്ല. ലോകത്ത് മുഴുവൻ മനുഷ്യന്മാരും ഏകോപിപ്പിച്ചിട്ട് പടച്ച റബ്ബിന് ശരീക്കുണ്ട്, പങ്കുകാരുണ്ടെന്ന് വിശ്വസിച്ചാൽ അവർക്ക് വിശ്വസിക്കാമെന്നല്ലാതെ അതുകൊണ്ട് പടച്ച റബ്ബിന് ശരീക്കുണ്ടാവുകയില്ല. ഇത് അടിസ്ഥാന ഭാഗമാണ്. ആ തൗഹീദ് അതാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് ഇവിടെ അടിസ്ഥാനമായി പഠിപ്പിച്ച ഏറ്റവും ഒന്നാമത്തെ ആശയം. അസുലതാണ്, ജീവനതാണ്. ജീവൻ പോയാൽ ബാക്കിയെല്ലാം ബാത്തിലായല്ലോ. എത്ര നല്ല ആരോഗ്യമുള്ള മനുഷ്യരാണെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ അയാളുടെ കയ്യും കാലും കണ്ണും കാതും ഒന്നും
ഒരു പ്രയോജനവുമില്ല, അവക്കൊന്നും ഒരു കേടുമില്ല. പക്ഷേ ജീവനങ്ങ് പോയി, അതോട് പിന്നെ കൈ ഉയർത്താൻ കഴിയില്ല, കാല് ചലിപ്പിക്കാൻ കഴിയില്ല, കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, കാതുകൊണ്ട് കേൾക്കാൻ കഴിയില്ല. പിന്നെ ആ ശരീരം കൊണ്ടുപോയി കുഴിച്ചു മൂടാൻ മാത്രമേ പറ്റുള്ളൂ. ഇസ്ലാമിൻ്റെ ജീവനാണ് തൗഹീദ്. ആ തൗഹീദില്ലാതായാൽ ബാക്കിയെല്ലാം പൊളിഞ്ഞു പോയി. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. നബിയെ, നിങ്ങൾ ശിർക്ക് ചെയ്താലും നിങ്ങളുടെ എല്ലാ അമലും ബാത്തിലാകും. നബി നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല, പാപസുരക്ഷിതരാണ്, മഅസൂമാണ്, ഒരു തെറ്റും സംഭവിക്കാത്തവരാണ്. എന്നിട്ട് പോലും അല്ലാഹു പറഞ്ഞു, നബിയെ നിങ്ങൾ ശിർക്ക് ചെയ്താലും ശരി നിങ്ങളുടെ എല്ലാ അമലും ബാത്തിലാണ്. കാരണം എന്താ? ശിർക്ക് ചെയ്താൽ ജീവനാണ് പോകുന്നത്. ജീവൻ പോയാൽ പിന്നെ കാര്യം എത്ര വലിയ പടുകൂറ്റൻ കെട്ടിടമാണെങ്കിലും, ലോകത്ത് നമ്പർ 1 ആൾക്ക് രേഖപ്പെടുത്തപ്പെട്ട ബിൽഡിംഗ് ആണെങ്കിലും ശരി, അടിത്തറ പൊളിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാം താഴെ വീഴും. ഉപയോഗിച്ച മെറ്റീരിയൽസ് എല്ലാം നല്ല മെറ്റീരിയൽസാണ്, കാണാൻ നല്ല ഭംഗിയാണ്, ധാരാളം ആളുകൾ ദിനേന വന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പക്ഷേ അടിത്തറ ഫൗണ്ടേഷൻ തകർന്നു എങ്കിൽ സ്വാഭാവികമായും താഴെ വീഴും. ഇസ്ലാമിൻ്റെ അടിത്തറയാണ് തൗഹീദ് വലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പൊളിഞ്ഞാൽ, ആ തൗഹീദിൽ കോട്ടം സംഭവിച്ചാൽ പിന്നെ അതിന് മുകളിൽ മറ്റൊന്നും നിലനിൽക്കുകയില്ല. നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും, ദിക്റും, ദുആയും, സ്വലാത്തും, വിശുദ്ധ ഖുർആന്റെ പാരായണവും അടക്കം മുഴുവൻ നന്മകളും സ്ഥാപിക്കപ്പെട്ടത് ഈ അടിത്തറയിലാണ്. നരകം സ്വർഗം അല്ലാഹു തആല സൃഷ്ടിച്ചത് ഈ അടിസ്ഥാനത്തിലാണ്. സ്വീകരിച്ചവന് സ്വർഗമുണ്ട്, അല്ലാത്ത നരകമുണ്ട്. അതാണ് നരകം സ്വർഗം അല്ലാഹു സൃഷ്ടിച്ചത്. മനുഷ്യന്മാരെ മുസ്ലിം എന്നും അല്ലാത്തതും വേർതിരിച്ചത് ഈ അടിസ്ഥാനത്തിലാണ്. എത്ര വലിയ അവിശ്വാസിയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ അവിടെ മുതൽ അവൻ മുസ്ലിമായി മാറി. എത്ര വലിയ മുസ്ലിം ആണെങ്കിലും ഇതിനെതിരായി ചെയ്താൽ അവിടെ അതിൽ പുറത്തു പോവുകയും ചെയ്തു. മനുഷ്യരെ മുസ്ലിം എന്നും കാഫിർ എന്നും വേർതിരിക്കുന്നത് തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ്. ബദറും ഉഹദും ഖന്തഖും ഹുനൈനും അടക്കമുള്ള മുഴുവൻ ഇസ്ലാമിക യുദ്ധങ്ങളും ഉണ്ടായത് ഈ തൗഹീദിന് വേണ്ടിയാണ്. ഇതാണ് അടിസ്ഥാനം. മലക്കുകളും അതേപോലെ മറ്റു ജീവജാലങ്ങളും എല്ലാവരും സ്വീകരിച്ച ആശയവും ഈ തൗഹീദാണ്. അവിടെ അതിൽ മാറ്റമില്ല. അത് അടിസ്ഥാനമായി നമ്മൾ തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. നബി തങ്ങൾ വന്നുകൊണ്ട് ആദ്യമായി പഠിപ്പിച്ചതും ആ തൗഹീദാണ്. ജബൽ അബി ഖുബൈസിൽ കയറി, സുഫാ കുന്നിൽ കയറി, നബി തങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ആദ്യമായി പ്രഖ്യാപിച്ച പ്രഖ്യാപനം യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ, നിങ്ങൾക്ക് വിജയിക്കാം. ഇവിടെ പരസ്യ പ്രബോധനം ആരംഭിച്ചത് അങ്ങനെയാണ്. സഫാ കുന്നിൽ കയറി ഉറക്കെ വിളിച്ചു, എല്ലാവരും ഓടിയെത്തി. കാരണം അന്ന് സഫാ കുന്നിൽ കയറി വിളിച്ചാൽ വരാതിരിക്കില്ല. അന്ന് അറബികൾ എത്ര വലിയ ജാഹിലിയത്തിലാണെങ്കിലും അവർ സ്വീകരിച്ചു പോകുന്ന ചില ക്വാളിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നായിരുന്നു സഫാ കുന്നിൽ കയറി വിളിച്ചാൽ അത്രയും വലിയ എമർജൻസിക്കാണ് വിളിക്കുന്നത്, ആ വിളികെട്ട ഓടിച്ചെല്ലുക. അതവിടെ രീതിയായിരുന്നു. അത്ര വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ടെങ്കിൽ മാത്രമേ സഫയുടെ മുകളിൽ കയറി വിളിക്കാറുള്ളൂ. അതാരും തമാശക്ക് വിളിക്കുന്നില്ല. അവിടെ വെറുതെ ഒരു ഗൗരവമില്ലാത്ത കാര്യങ്ങൾക്ക് ഇവിടെ വിളിക്കാറില്ല. നബി തങ്ങൾ ആ സ്ഥലമാണ് തിരഞ്ഞെടുത്തത്. സഫയിൽ കയറി വിളിച്ചു, യാ മാശറ ഖുറൈശ്, ഖുറൈശി സമൂഹമേ. എല്ലാവരും ഓടിയെത്തി. 2 പ്രാധാന്യമാണ്. ഒന്ന് സഫയിൽ നിന്നാണ് വിളി, 2 അല്ലമീനാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തോ അത്രയും വലിയ ഗൗരവമായ കാര്യം അറിയിക്കാനുണ്ട്. അങ്ങനെയാണ് വരാൻ കഴിയാത്ത ആളുകൾ പകരമാളെ പറഞ്ഞയച്ചുവെന്നാണ്. എല്ലാവരും വന്നുകൂടി നബി തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാം. അപ്പോഴേ അബൂലഹബ് ചോദിച്ചത്, ഇതിനാണോ വിളിച്ചു കൂട്ടിയത്? ഇത്ര പ്രാധാന്യപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഓടിയെത്തിയത് എന്തോ കാര്യമായി എന്തുകൊണ്ട് വിചാരിച്ചിട്ടാണ്, പക്ഷേ ഇതിനു വേണ്ടിയാണ് നീ വിളിച്ചത്. തബ്ബല്ലക സായിറുൽ അയ്യാം അലിഹാദാ ജമഅതന, നശിക്കട്ടെ നീ, ഇതിനു വേണ്ടിയാണോ നീ വിളിച്ചു വരുത്തിയത് എന്ന് വെച്ച് ദേഷ്യപ്പെട്ടതൊക്കെ ആ സന്ദർഭത്തിലാണ്. അപ്പോൾ അന്ന് അവർ കാത്തു സൂക്ഷിച്ച ഒരു വലിയ ക്വാളിറ്റി ആയിരുന്നു അത്. ആ നിബിധങ്ങളും സഫയിൽ കയറി ഒന്നാമത്തെ വിളിച്ചത്, അവിടെ പ്രഖ്യാപിച്ചത് തൗഹീദിന്റെ ആശയമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അതാണ് ജീവൻ. ജീവനില്ലാതെ ബാക്കിയെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ജീവൻ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാത്തും തകരാറ് സംഭവിച്ചാലും ഒരു പക്ഷേ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടുകയും ചെയ്യും. കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, അതൊക്കെ നഷ്ടപ്പെട്ടാലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് പിന്നെയും രക്ഷപ്പെട്ടു പോരാൻ പറ്റും. ഒരു പക്ഷേ 2 കൈയും ഉള്ളവനേക്കാൾ ഉയരത്തിലേക്ക് 2 കൈയും ഇല്ലാത്തവരെത്തുന്ന എത്രയോ രംഗങ്ങൾ. ജീവനുണ്ട്. ജീവനില്ലെങ്കിൽ എല്ലാം ഉണ്ടായിട്ടും യാതൊരു പ്രയോജനവുമില്ല. അടിസ്ഥാനം ജീവനാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് അടിസ്ഥാനം. അതിൽ മാറ്റം വന്നുകൂടാ. നബി തങ്ങളുടെ കാലത്ത് ഈ തൗഹീദ് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എല്ലാ മുസ്ലിങ്ങളും ഇത്തിഫാഖാണ്. അതൊരു മുസ്ലിമാണോ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വക്താവാണ്. അതിൽ പിന്നെ 2 അഭിപ്രായമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാൾ റബ്ബല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുണ്ടാവുക, അങ്ങനത്തെ ഒന്നന്നില്ല. അന്നങ്ങനെ സംഗതി ആലോചിക്കാൻ പോലും പറ്റില്ല. ഒരാൾ മുസ്ലിമാണ് അല്ലെങ്കിൽ മുസ്ലിം അല്ല. മുസ്ലിം അല്ലെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കുന്നില്ല. മുസ്ലിമാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കുന്നു, അതോട് മറ്റ് മുഴുവൻ ആരാധ്യരെയും അവൻ കൈയൊഴിയുന്നു. അന്ന് വരെ ലാത്തയെയും മുസയെയും മനാത്തയെയും എല്ലാം ആരാധിച്ചവൻ ഇത് പ്രഖ്യാപിതോടുകൂടി അതൊക്കെ ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. അല്ല, ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് അതെല്ലാം നിലനിർത്തിയ ഒരു മുസ്ലിമിനെ കാണാൻ കഴിയില്ല. ജീവിതകാലത്ത് മുഴുവനും ലാത്തയോടും മുസയോടും പ്രാർത്ഥിക്കുകയും പിന്നീട് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി വന്നിട്ടും ഇലാഹാതൊന്നും വിശ്വസിക്കാതെ, ഖാലിഖാന്ന് വിശ്വസിക്കാതെ ആ ലാത്തയും മുസയും നിലർത്തിപ്പോവുകയും ചെയ്ത ഒരു സഹാബിയുടെ പേര് പോലും അന്വേഷിച്ചാൽ കിട്ടുകയില്ല. മാത്രമല്ല, അത് കോട്ടം സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു വാക്കെങ്കിലും ഉണ്ടാക്കിയാൽ അവിടെ പോലും ഗൗരവമായി കണിശമായി നബി തങ്ങളും സഹാബത്തും ഇടപെട്ട ധാരാളം സംഭവങ്ങൾ കാണാനും കഴിയും. നമുക്കെല്ലാം സുപരിചിതമാണ് ദാത്തു അൻവാത്തിലെ വിഷയം. നബി തങ്ങളുടെ സ്വഹാബി അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന
അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നബിയുടെ കൂടെ ഹുനൈൻ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. വനഹ്നു ഹുദസാഉ അഹ്ദിൻ ബിൽ കുഫർ, ഞങ്ങൾ കുഫർ വിട്ട് പോന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. കുഫർ വിട്ട് ഇസ്ലാമിലേക്ക് വന്ന് അധികകാലം കഴിയും മുമ്പാണ് ഹുനൈൻ യുദ്ധമുണ്ടായത്. അവ എല്ലാവരും പേര് കൊടുത്തു, ഞങ്ങൾക്ക് ആ കൂട്ടത്തിൽ പേര് കൊടുത്തു. തൊട്ടടുത്ത കാലം വരെ കുഫറിൻ്റെ കൂടെ സഞ്ചരിച്ചവരാണ്, നബിക്കെതിരായി ഏറ്റുമുട്ടാൻ വന്നവരാണ്. അവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു, ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി മാറി. ഹുനൈൻ യുദ്ധത്തിൽ പ്രഖ്യാപനമുണ്ടായപ്പോൾ നബിയോടൊപ്പം അവരും പുറപ്പെട്ടു പോയി. അങ്ങനെ ഹത്താ ഇദാ മറർനാ ബിശജറ യുഖാലു ലഹാ ദാത്തു അൻവാത്ത്, ഞങ്ങൾ ഒരു മരത്തിനരികെ നടന്നുപോയി. പോകുന്ന വഴിയിൽ ഒരു മരം കണ്ടു. ആ മരത്തിന് പേര് ദാത്തു അൻവാത്ത് എന്നാണ്. മുസ്ലിമീങ്ങളുടെ ഒരു പതിവാണ്, യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ആ മരത്തിനടുത്ത് വരും, തങ്ങളുടെ വാള് ആ മരത്തിൽ തൂക്കിയിടും. കുറച്ച് സമയം തൂക്കിയിട്ടിട്ട് ആ വാളെടുത്ത് പോയാൽ എന്തോ പ്രത്യേകമായ സിദ്ധി ആ വാളിന് വരുമെന്നും ആ വാൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്താൽ വിജയം കിട്ടുമെന്നായിരുന്നു മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഞങ്ങളൊക്കെ പഴയ കാലത്ത് ചെയ്തവരാണ്, അദ്ദേഹം പറയാം. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഈ മരം കണ്ടു. അപ്പം ഞങ്ങൾ നബിയോട് പറഞ്ഞു, നബിയെ അവർക്കെല്ലാം മരമുണ്ടല്ലോ, നമുക്കും ഒരു മരം നബിയെ നിങ്ങൾ നിശ്ചയിച്ചു തരണം. ഇജ്അൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്, അവർക്കെല്ലാം ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ നമുക്ക് നബിയെ നിങ്ങൾ ഒരു മരം നിശ്ചയിച്ചു തരുന്നതാണ്. ഇലാഹായ മരമല്ല, സൃഷ്ടാവായ മരമല്ല, സ്വയം കഴിവുള്ള മരമല്ല, പകരം നബി നിശ്ചയിച്ചു കൊടുക്കുക. ഒരു മരം നബി നിശ്ചയിച്ചു കൊടുക്കുക, ഈ മരങ്ങൾ ഉപയോഗിച്ചോളി എന്ന് പറഞ്ഞ് നബി ഞങ്ങൾ നിശ്ചയിച്ചു കൊടുക്കണം അവരാവശ്യം. നബി ഞങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ഹാദാ കമാ ഖാല ഖൗമു മൂസാ ലിമൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. പണ്ട് മൂസാ നബിയോട് അദ്ദേഹത്തിന് അനുയായികൾ ചോദിച്ച ചോദ്യമുണ്ട്, അവർക്കെല്ലാം ഇലാഹുള്ളതുപോലെ ഞങ്ങൾക്കും വേണം കാണാൻ പറ്റിയ ഇലാഹ് എന്ന് അന്ന് മൂസാ നബിയോട് ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് തുല്യമാണ് നിങ്ങളുടെ ഈ ചോദ്യം. ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ, വിവരമില്ലാത്ത ആളുകളായി പോയല്ലോ നിങ്ങൾ എന്ന് നബി ഞങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അത്ര വരെ ഒരു ചെറിയ ഒരു സമീപനത്തിലെങ്കിലും വ്യതിയാനം സംഭവിക്കുമ്പോൾ കണിശമായി ഗൗരവമായി നബി ഞങ്ങൾ അവിടെ ഇടപെട്ടിരുന്നു അർത്ഥം. അവിടെ സ്വഹാബത്തൊക്കെ ഈ തൗഹീദ് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധമാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. പിന്നീട് അതിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. മുസ്ലിമുകൾക്കിടയിൽ വ്യത്യസ്തമായ കക്ഷികൾ വന്നു. ഷിയാക്കൾ, ഖവാരിജുകൾ, റാഫിലികൾ, ജഹ്മികൾ, ജബരികൾ, ജഅദികൾ, ഖദരികൾ, മുഅ്തസിലിയാക്കൾ തുടങ്ങി വ്യത്യസ്തമായ സംഘങ്ങൾ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലുമായി ഉടലെടുത്തു. അവരൊക്കെ കാര്യമായി അഭിപ്രായ വ്യത്യാസം കൊണ്ടുവന്നത് തൗഹീദുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിൽ തന്നെയാണ്. തൗഹീദിലാണ് മാറ്റമുണ്ടായത്, വിശ്വാസരംഗത്താണ് മാറ്റങ്ങളുണ്ടായത്. മറ്റുള്ള കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അതൊക്കെ പിന്നീട് അനുബന്ധമായി വന്നവയാണ്. അടിസ്ഥാന അഭിപ്രായ വ്യത്യാസം അവരൊക്കെ കൊണ്ടുവന്നത് വിശ്വാസ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഷിയാക്കൾ നമുക്കെല്ലാം കേട്ടുപരിചയമുള്ള ടീമാണ് ഷിയാക്കൾ. അവർ പ്രേക്ഷിത സംഘമാണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ ഷിയാക്കളുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാമത്തെ അസ്ലു തൗഹീദാണ്. ഷിയാക്കളുടെ ഒന്നാമത്തെ അസ്ലു തൗഹീദാണ്. പക്ഷെ നമ്മൾ അഹ്ലുസ് സുന്ന പറയുന്ന തൗഹീദല്ല എന്ന് മാത്രം. ഷിയാക്കളുടെ അസ്ലുകളിൽ ഏറ്റവും ഒന്നാമത്തെ അസ്ലു അവർ സ്വീകരിക്കുന്നത് തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിൻ്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒക്കെ അല്ലാഹ് ഏകനാണ് എന്നവർ പ്രഖ്യാപിക്കുന്നു. പക്ഷേ അവരെ സംബന്ധിച്ച് സിഫാത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സിഫത്ത് എന്ന ഒന്നില്ല, അള്ളാഹിൻ്റെ ദാത്ത് തന്നെയാണ് സിഫത്ത്, അല്ലാത്ത വേറെ സിഫത്തില്ല. അതാണ് അവരെ സംബന്ധിച്ച് തൗഹീദിൻ്റെ ബേസ്. സിഫത്ത് വേറെ ദാത്ത് വേറെ എന്നൊന്നില്ല. പടച്ചറബിൻ്റെ ദാത്ത് സത്ത അത് തന്നെയാണ് സിഫത്താണ്, വേറെ സിഫത്തോ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിയാക്കൾ രംഗത്ത് വന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാനങ്ങളിൽ ഒന്നാമത്തെ അടിസ്ഥാനം തൗഹീദാണ്. പക്ഷേ നബിയും സഹാബത്തും പഠിപ്പിച്ച തൗഹീദല്ല എന്ന് മാത്രം. പടച്ചറബിൻ്റെ സിഫത്തുകൾ അവർ നിഷേധിച്ചു. അതൊക്കെ പഠിച്ചോൻ തന്നെയാണ്, സിഫത്ത് തന്നെയാണ് ദാത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാദങ്ങളുമായി അവർ രംഗത്ത് വന്നു. ഖവാരിജുകൾ രംഗത്ത് വന്നു. അവരുടെയും അടിസ്ഥാനങ്ങളിൽപ്പെട്ട അടിസ്ഥാനമാണ് തൗഹീദ്. പക്ഷേ അവർ ഒന്നുകൂടെ ഊന്നിയത് ഹാക്കിമിയത്തിലാണ്. ഈ ഹുക്കും ഇല്ലാതില്ല, വിധി പറയാനുള്ള അധികാരം പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാഹുല്ലാത്ത ഒരാളും ഹുക്കും പറയാൻ പാടില്ല. ഹാക്കിം അല്ലാഹ് മാത്രം, അള്ളാഹിൻ്റെ ഹുക്കും മാത്രം. അള്ളാഹിൻ്റെ ഹുക്കുമല്ലാത്തൊരു ഹുക്കും നടത്താൻ പാടില്ല. വേറെ ഏത് ഹുക്കും ഇവിടെ നടപ്പാക്കിയാലും അത് കുഫറാണ്, ശിർക്കാണ്. വചനമാണ്. അള്ളാഹു അവതരിപ്പിച്ച പ്രകാരം വിധിക്കുന്നില്ല എങ്കിൽ അവർ തന്നെയാകുന്ന അവിശ്വാസികൾ എന്ന ആയത്തെടുത്തിട്ട് അവർ പറഞ്ഞു, പടച്ച റബ്ബിൻ്റെ ഹുക്കുമല്ലാത്തൊരു ഹുക്കുമ് ഒറ്റം സ്വീകരിച്ചാൽ അവൻ കാഫിറായിപ്പോയി. അങ്ങനെയാണ് സ്വഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, രാഷ്ട്രീയമായ തർക്കങ്ങൾ. ആ തർക്കങ്ങൾക്ക് പരിഹാരമായി മധ്യസ്ഥരായി അംർ ഇബ്നു ആസിനെ നിയമിക്കുകയും അങ്ങനെ ഒരു മസ്ലഹത്തുണ്ടാകുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നതിന് കണ്ടപ്പോഴാണ് ഈ ആയത്ത് രംഗത്തിറങ്ങിയത്. ഹുക്കും പറയാൻ അള്ളാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. പിന്നെ ഇങ്ങനെ അംർ ഇബ്നു ആസ് ഇവിടെ ഹുക്കും പറയാം? ഹുക്കും പറയാൻ അംറിന് അധികാരമില്ല, അള്ളാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. അത് അള്ളാഹു അല്ലാത്തൊരു സൃഷ്ടിയെ ഹാക്കിമായി അംഗീകരിക്കുക വഴി അത് അംഗീകരിച്ചവരൊക്കെ കാഫിറായി പോയി എന്നാണ്. അങ്ങനെ സ്വഹാബിമാർ മഹാഭൂരിപക്ഷം ഇസ്ലാം എന്ന് പുറത്തു പോയി അവർ വാദിച്ചത്. 5-6 സ്വഹാബിമാർ മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാത്തവർ മുഴുവനും ഈ ഹുക്കും അംഗീകരിക്കാൻ തയ്യാറായി. അതുവഴി അലിയും മുആവിയയും കാഫിറായി. തയ്യാറായി വന്ന അംർ ഇബ്നു ആസ് കാഫിറായി. അത് അംഗീകരിച്ച മുഴുവൻ സ്വഹാബിമാരും കാഫിറായി റളിയല്ലാഹു അൻഹും. ഈ വാദവുമായി ഖവാരിജുകൾ രംഗത്തുനിന്ന്. കാരണം പോലെ തൗഹീദിന്റെ അസ്ലാണ് പൊളിഞ്ഞത്. അവിടെ അവരെ ബേസ് പ്രകാരം തൗഹീദിന്റെ അസ്ലാണ് പൊളിഞ്ഞത്. അതിനാൽ ഇവരൊക്കെ ഇസ്ലാം നിന്ന് പുറത്തു പോയി എന്ന് വാദിക്കേണ്ടി വന്നു.
പിന്നീട് മുഅ്തസിലിയാക്കൾ വന്നു. മുഅ്തസിലിയാക്കൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ അഹ്ലുൽ സുന്നയുമായിട്ടുണ്ട്. പക്ഷെ അത് പ്രധാനപ്പെട്ട അവരുടെ 5 അടിസ്ഥാനങ്ങളിൽ ഒരടിസ്ഥാനം തൗഹീദ് തന്നെയാണ്. ആ തൗഹീദ് സിഫാത്ത് നിഷേധമാണ്. പഠിച്ചവരെ സിഫത്ത് നിഷേധിക്കുക തൗഹീദ്. അവർക്ക് തൗഹീദ് എന്ന് പറഞ്ഞാൽ സിഫത്തൊന്നുമില്ല. കേൾവി, കാഴ്ച, ശക്തി, അറിവ് തുടങ്ങിയ ഒരു വിശേഷവും അല്ലാഹു തആലക്കില്ല. എല്ലാ സിഫത്തിനെയും നിഷേധിക്കുക. അപ്പോൾ അല്ലാഹ് കേൾക്കൂലേ? കേൾക്കും. കാണും. എങ്ങനെ? അലീമും ബിദാത്തിഹി, സമീഉം ബിദാത്തിഹി, ബസീറും ബിദാത്തിഹി. അല്ലാഹ് ദാത്തിയായി തന്നെ കേൾവിയുള്ളവരാണ്. അല്ലെ കേൾവി എന്ന വേറെ സിഫത്തോ വേറെ വിശേഷണോ അത് വെക്കേണ്ടതില്ല. സിഫാത്ത് നിഷേധമാണ് അവർക്ക് തൗഹീദ് എന്നുള്ളത്. അപ്പോൾ അവരും പറയും തൗഹീദാണ് അസ്ലി. പക്ഷേ അഹ്ലുൽ സുന്നത്ത് സ്വീകരിച്ച, സ്വഹാബിമാർ സ്വീകരിച്ച തൗഹീദല്ല അവർ സ്വീകരിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ അശ്അരികൾ, മാതുരീദികൾ അവരും തൗഹീദ് വേണ്ട പറഞ്ഞിരുന്നല്ല. നമ്മുടെ നാടുകൾ മഹാഭൂരിപക്ഷം ആളുകളും എന്താണെന്ന് അറിയാതെ തന്നെ അശ്അരിയത്തും മാതുരീദിയത്തും ജീവിക്കുമെന്ന് പറയുന്നവരാണ്. മിക്കവാറും മഹൽ കമ്മിറ്റിയിൽ മെമ്പർ ആകണമെങ്കിൽ ഇത് ഒപ്പിട്ട് കൊടുക്കണം. അശ്അരി മാതുരീദി രണ്ടാലും ഒന്ന് സ്വീകരിക്കാം എന്ന് ഒപ്പിട്ടാലേ ഒരു മെമ്പർഷിപ്പ് ഇട്ടു. പക്ഷേ എന്താ അശ്അരി എന്താ മാതുരീദിച്ച ഒപ്പിടിക്കാമെന്ന ഉസ്താദിനും അറിയില്ല, ഒപ്പിട്ടോനോ അറിയില്ല. അതൊന്നും ഇപ്പോൾ നോക്കേണ്ടതൊക്കെ ഒപ്പിട്ടാൽ മതി അറിയാം. ആ ഒപ്പുമിലാണ് നിരന്നു പോകുന്നത്. പക്ഷേ ഈ അശ്അരി മാതുരീദി ത്വരീഖത്തുകൾ, വിശ്വാസ സരണികൾ അവർ തൗഹീദ് വേണ്ട പറഞ്ഞവരല്ല, തൗഹീദ് സ്വീകരിച്ചവർ തന്നെയാണ്. പക്ഷെ ആ തൗഹീദിൽ അഹ്ലുൽ സുന്നയുമായി വേർതിരിയുന്ന ചില മേഖലയുണ്ട് മാത്രം. അവരുടെ ചില സിഫത്തുകളെ അവർ നിഷേധിക്കുന്നു, വേറെ ചില സിഫത്തുകളെ അവർ വ്യാഖ്യാനിക്കുന്നു. അള്ളാഹുവിൻ്റെ വജ്ഹ്, യദ്, ഐന്, ഇസ്ബഅ്, റിജ്ല്, ഖദം തുടങ്ങി ഖുർആനിലും ഹദീസിലും വന്ന പല ദാത്തിയായ സിഫത്തുകളെയും അവർ ഒന്നുകിൽ നിഷേധിക്കും അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചൊപ്പിക്കും. 7 സിഫത്തുകൾ മാത്രം ശരിയായ രൂപത്തിൽ അംഗീകരിക്കും, ബാക്കിയൊന്നും അത് അംഗീകരിക്കുന്നില്ല. അല്ലാത്തവർക്ക് അവരുടെ വക ചില വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവർ അതിനെല്ലാം അംഗീകരിക്കുന്നത് എന്ന് പറയുന്നത്. ആ ഇവയിലാണ്, ആ വ്യാഖ്യാനമാണ് അവർക്ക് തൗഹീദ്. അവർക്ക് തൗഹീദ് എന്നതാണ് ഈ സിഫത്തുകളൊക്കെ വ്യാഖ്യാനിക്കുക, വ്യാഖ്യാനിക്കാൻ പഴുതില്ലാത്ത നിഷേധിക്കുക. ബാക്കി 7 സിഫത്തുകൾ മാത്രം, ഇൽമ്, ഹയാത്ത്, സമഅ്, ബസ്ർ തുടങ്ങിയ 7 സിഫത്തുകൾ മാത്രം അത് അംഗീകരിക്കുക. അല്ലാത്തവയൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇതാണ് അവരുടെ അസ്ലി. കാരണം അത് ഉണ്ടെന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിനെ പടപ്പിനോട് തുല്യപ്പെടുത്തലായി മാറും എന്നാണ് അവർ മനസ്സിലാക്കിയത്. അല്ലാഹു തആലയുടെ ചില സിഫത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പടപ്പോട് റബ്ബിനെ സാദൃശ്യപ്പെടുത്തലായി മാറും. അവിടെ അതൊക്കെ ഇല്ല എന്ന് പറയണം എന്നാണ്. അല്ലാഹുവിൻ്റെ വജ്ഹ്, മുഖം, അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹ് പടപ്പുകളെ പോലെ ആയില്ലേ എന്നാണ് അവർ ന്യായം. പടപ്പുകൾക്ക് മുഖമുണ്ട്, അല്ലാഹു തആലക്ക് മുഖമുണ്ട്. അവ മുഖമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ പടച്ചോനും പടപ്പുകളും തുല്യപ്പെടുത്തലായി വന്നു, അത് ശിർക്കായി മാറും. അതുകൊണ്ട് വജ്ഹില്ല. അപ്പോൾ ഖുർആനിൽ പല സ്ഥലത്തും കാണാം വജ്ഹുള്ള എന്ന പ്രയോഗം, തുടങ്ങിയ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. അവിടെയൊക്കെ മറ്റു ചില വ്യാഖ്യാനങ്ങൾ വെച്ച് കൊടുക്കണമെന്നാണ്. അവിടെ വജ്ഹ് എന്ന് പറഞ്ഞാൽ മറ്റു ചില വ്യാഖ്യാനം, അല്ലാഹുവിൻ്റെ തൃപ്തി, അവരുടെ പ്രീതി എന്നൊക്കെ അർത്ഥം വെച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കണം. കാരണം ശരിയായ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ അത് പടച്ച റബ്ബിനെ പടപ്പിനോട് തുല്യപ്പെടുത്തലായി മാറി അത് ശിർക്കായി മാറുമെന്നാണ് അവർ പേടിക്കുന്നത്. സ്വാഭാവികമായും എല്ലാ സിഫത്തും ചോദിക്കാൻ മതി. ഇതിന് മാത്രമല്ല, അള്ളാഹു കേൾക്കുമെന്ന് പറഞ്ഞാലും അവിടെ വിദേശവും ചോദിക്കാനോ, ഞാൻ കേൾവി എന്ന് പറഞ്ഞാലും സൃഷ്ടികളെ പോലായില്ലേ, അപ്പം ഇങ്ങനെ കേൾവി സമ്മതിക്കുക, കേൾവി സ്വീകരിക്കാൻ പറ്റുമല്ലോ എന്ന് അതേ ചോദ്യം തിരിച്ചു ചോദിക്കാം. ഏതാണെങ്കിലും ഇത്തരം വിഷയങ്ങൾ അശ്അരി, മാതുരീദി എന്നിവർ തൗഹീദായി അവർ പറയുന്ന തൗഹീദ് അഹ്ലുൽ സുന്ന പറഞ്ഞ തൗഹീദല്ല എന്നർത്ഥം. അവിടേക്ക് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പഴച്ചുപോയ ധാരാളം കക്ഷികൾ, ജഹ്മികൾ, ജബരികൾ, ജഅദികൾ, ഖദരികൾ തുടങ്ങി വ്യത്യസ്തരായ സംഘങ്ങൾ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ രംഗത്ത് വന്നു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ പലരും വന്നു, ബാക്കി 2-ാം നൂറ്റാണ്ടിലും വന്നു. ആ കക്ഷികളൊക്കെ ഭിന്നതയുണ്ടായി വന്നത് തൗഹീദുമായി ബന്ധപ്പെട്ട, വിശ്വാസമേഖലയുമായി ബന്ധപ്പെട്ട ചില വീക്ഷണ വ്യത്യാസങ്ങൾ തന്നെയാണ്. അഹ്ലുൽ സുന്ന അന്നും ഇന്നും സ്വീകരിച്ചു പോന്ന അടിസ്ഥാനം അള്ളാഹും റസൂലും അള്ളാഹിനെ പറ്റി എന്തു പറഞ്ഞോ അതെല്ലാം അതേപോലെ അംഗീകരിക്കുന്നു. അത് നിഷേധിക്കാനും പോകേണ്ടതില്ല, വ്യാഖ്യാനിക്കാനും പോകേണ്ടതില്ല എന്നാണ്. പടച്ച റബ്ബിനെ പറ്റി പറഞ്ഞ ഒന്നും അതങ്ങനെയല്ല, അതിങ്ങനെയില്ല എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അപ്പം അള്ളാഹിനെ പറ്റി പറഞ്ഞാണ് വജ്ഹ് എന്നുള്ളത്. അപ്പോൾ അള്ളാഹ് വജ്ഹ് കൊണ്ട് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വജ്ഹ് ഇല്ല എന്ന് പറയാൻ നമ്മളാരാ? അള്ളാഹുവിൻ്റെ സിഫത്ത് ഉണ്ടെന്ന് പറയാൻ തെളിവ് വേണം, ഇല്ലെന്ന് പറയാൻ തെളിവ് വേണം. ഒരു സിഫത്ത് ഇല്ല എന്ന് പറയണമെങ്കിലും തെളിവ് വേണം. ഇല്ല നമുക്കറിയില്ലല്ലോ. ഉണ്ടെന്ന് സ്ഥാപിക്കാനും തെളിവ് വേണം, നിഷേധിക്കാനും തെളിവ് വേണം. അള്ളാഹു റസൂൽ നിഷേധിക്കാത്ത ഒന്ന് നമ്മൾ നിഷേധിക്കാൻ പോകണ്ട. അള്ളാഹു റസൂൽ സ്ഥാപിക്കാത്ത ഒന്ന് സ്ഥാപിക്കാനും പോകേണ്ടതില്ല. അള്ളാഹു റസൂലും വ്യാഖ്യാനം പറയാത്ത ഒന്ന് നമ്മൾ വ്യാഖ്യാനിക്കാനും പാടില്ല. 4 അടിസ്ഥാനം അതിൽ പഠിപ്പിക്കുക. മിൻ ഗൈരി തക്യീഫിൻ വലാ തശ്ബീഹിൻ വലാ തംസീലിൻ വലാ തഅ്തീൽ. ഇതാണ് അസ്ലി. അഹ്ലുൽ സുന്ന സ്വീകരിച്ച ഈ പഴച്ച എല്ലാ സംഘങ്ങളുമായുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏറ്റവും കൃത്യമായ നിലപാട് പറയാൻ ഈ 4 പദപ്രയോഗം മതി. അത് ആദ്യകാലം മുതൽ സ്വഹാബത്തും ശേഷമുള്ള ആളുകളൊക്കെ സ്വീകരിച്ച ബേസാണ്. പിന്നീട് വന്നവർ ഈ പദങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിച്ച് പോകുന്നതുമാണ്. മിൻ ഗൈരി തക്യീഫിൻ, കൈഫിയത്ത് പറയാൻ പാടില്ല. എങ്ങനെയാണ് അറിയില്ല, അല്ലാഹു അഅലം. അള്ളാഹു കാണും, എങ്ങനെ കാണും? അല്ലാഹു അഅലം. റബ്ബ് എങ്ങനെ കേൾക്കും? അല്ലാഹു അഅലം. നമുക്കറിയില്ല. കൈഫിയത്ത് പറയാൻ കഴിയില്ല. അള്ളാഹു എങ്ങനെ നമുക്കറിയില്ല. എങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയില്ല. എന്നാൽ ഉണ്ടെന്ന് അല്ലാഹ് പറഞ്ഞാൽ, ഉണ്ടെന്ന് റസൂൽ പറഞ്ഞാൽ അതുണ്ട്. അള്ളാഹു ഇറങ്ങും, അള്ളാഹു ഇറങ്ങും. എങ്ങനെ ഇറങ്ങും? അല്ലാഹു അഅലം. ആ ചോദ്യമില്ല. അതാ മീൻ വഴി തക്കീഫ്, കൈഫിയത്ത് പറയാതെ.
വലാ തശ്ബീഹ്, സാദൃശ്യപ്പെടുത്താതെ. പടച്ച റബ്ബിന്റെ സിഫത്തിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുക. അള്ളാഹിന്റെ ഇറക്കം ഇങ്ങനെയാണ് എന്ന് പറയാം, അതില്ല. അള്ളാഹുവിന്റെ കാഴ്ച ഇങ്ങനെയാണെന്ന് പറയുക, ഇല്ല. അതിന് ഒരു തശ്ബീഹ്, അതിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുക, അതില്ല. വലാ തംസീൽ, അതിന് ഉദാഹരണങ്ങൾ പറയാനും പാടില്ല എന്ന്. അത് മനസ്സിലാക്കാൻ വേണ്ടി വേറെ ഉദാഹരണം പറഞ്ഞു കൊടുക്കുക, അതും പറയാൻ പറ്റൂല. വലാ തഅ്തീൽ, നിഷേധിക്കാനും പാടില്ല, അതില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് അടിസ്ഥാനം. ഇത് ഇമാം മാലിക്കും ഇമാം ഷാഫിഈയും ഇമാം അഹ്മദും ശേഷമുള്ള ഇമാമികളൊക്കെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അടക്കമുള്ള അഹ്ലുസുന്ന നേതാക്കന്മാർ എല്ലാവരും സ്വീകരിച്ചു പോകുന്ന അടിസ്ഥാനം അതാണ്. അതാണ് അഹ്ലുസുന്നയുടെ ഏത് കാലത്തുമുള്ള അസ്ൽ. റബ്ബിൻ്റെ നാമങ്ങളിൽ, വിശേഷണങ്ങളിൽ, പ്രവൃത്തികളിൽ, സത്തയിൽ എല്ലാം നമ്മൾ സ്വീകരിക്കണം. എന്താണ്? പടച്ച റബ്ബ് റബ്ബിനെ പറ്റി എന്തൊക്കെ എങ്ങനെയൊക്കെ പഠിപ്പിച്ചോ അത് അതേപടി അംഗീകരിക്കുന്നു. അതിൽ പിന്നെ ചോദ്യമില്ല, അതിന് നമ്മുടെ വക വയ്ക്കാനുമില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവൂലേ, ആ ചോദ്യമില്ല. നമുക്കെല്ലാം അറിയാം, ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഏറ്റവും അധികം മർദ്ദിക്കപ്പെട്ട ഒരു പണ്ഡിതനാണ്. ഇമാം അഹ്ലുസുന്ന എന്നാണ് സ്ഥാനപ്പേര്. 70 വയസ്സിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിശക്തമായ പീഡനങ്ങൾക്കെതിരെ വിധേയമായി. എന്തായിരുന്നു അന്നത്തെ വിവാദ വിഷയം? വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണോ അതല്ല സൃഷ്ടിയാണോ? ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണോ അതല്ല മഖ്ലൂഖാണോ? ഇതാണ് അടിസ്ഥാനം. അന്ന് നാട് ഭരിക്കുന്നത് മുഅ്തസിലികളാണ്. മുഅ്തസിലികളെ സംബന്ധിച്ച് കലാം എന്നൊന്നും അല്ലാഹ്ക്ക് ഇല്ല, അത് പറയാൻ പറ്റില്ല. അല്ലാഹു തആലക്ക് സിഫത്തില്ല. അപ്പോൾ കലാം എന്ന് പറഞ്ഞാൽ തന്നെ പടച്ച റബ്ബിനെ സൃഷ്ടികളെ പോലെ തുല്യപ്പെടുത്തലായി മാറി. അവിടെ കലാം ഇല്ല എന്ന് പറയുകയാണ് അവർക്ക് തൗഹീദ്. മുഅ്തസിലികളുടെ അടിസ്ഥാനത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് കലാം ഇല്ല എന്ന് വാദിക്കലാണ്. അപ്പോൾ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞാലോ ഈ പ്രശ്നം വരും. അത് തൗഹീദിൽ വരുന്ന പ്രശ്നമായിട്ട് അവർ കണക്കാക്കിയത്. അതിനാൽ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയണം. അതായത് രാജ്യത്തെ ഔദ്യോഗിക നിയമം. അന്ന് രാജ്യത്തെ ഔദ്യോഗിക നിയമം ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, മഖ്ലൂഖാണ്, കലാമല്ല എന്ന് പ്രഖ്യാപിച്ചോളണം. അതാണ് അന്നത്തെ അവിടെ അടിസ്ഥാന തർക്കം തന്നെ. ഇമാം അഹ്മദ് അവിടെ ശക്തമായി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്ത് തെളിവായി ഓതി, ഹദീസ് ഒരുപാട് പറഞ്ഞു. അദ്ദേഹം സ്ഥാപിച്ചു കൊടുത്തു അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ. അതിൻ്റെ പേരിലാണ് അദ്ദേഹം മർദ്ദിക്കപ്പെട്ടത്. 70-ാമത്തെ വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, 2.5 കൊല്ലം ജയിലിൽ കിടന്നു. അതിശക്തമായ ചാട്ടവാറുകൾ അടി ഏറ്റുവാങ്ങി. ശരീരമാസകലം മാംസം മുറിഞ്ഞു തൂങ്ങി, ഒന്നാകെ രക്തം ചിന്തിയെന്നൊക്കെ മകൻ അബ്ദുള്ള രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. കാരണം എന്താ? അവരെ മനസ്സിലാക്കിയ തൗഹീദിൽ നിന്ന് ഇമാം അഹ്മദ് പഴിച്ചു പോയി. അതുകൊണ്ട് ഖുർആൻ കലാമല്ല മഖ്ലൂഖാണെന്ന് പ്രഖ്യാപിച്ചോളതാണ്. അത് പ്രഖ്യാപിക്കാൻ തയ്യാറാത്ത എല്ലാവരെയും അന്ന് വിചാരണയ്ക്ക് വിധേയമാക്കി. ഗവൺമെൻറ് ഒരുപാട് പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ആ രംഗത്തിറക്കി. അവസാനം കുറേ ആളുകൾ പേടിച്ചും അല്ലാതെയുമൊക്കെയായി തൽക്കാലം നയം മാറാൻ തയ്യാറായി. ഇത് കൊടുത്തില്ല. പിന്നെ ചില ഇളവുകൾ നൽകി. ഇനി മഖ്ലൂഖാന്ന് പറയണ്ട, കലാം അല്ല എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. മഖ്ലൂഖാണ് പറയാൻ ധൈര്യമില്ലെങ്കിൽ കലാം അല്ല എന്ന് പറഞ്ഞാലും തൽക്കാലം അത് അംഗീകരിക്കാം. അങ്ങനെ ഒരു ഇളവ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. പക്ഷെ അതൊന്നും ഇമാം അഹ്മദ് തയ്യാറായില്ല. ശക്തമായ നിലപാടെടുത്തു. അദ്ദേഹം അത്രയേറെ പീഡിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് കൂടിയാണ് ഇമാം അഹ്ലുസുന്നയുടെ ഇമാം എന്ന അദ്ദേഹത്തിന് സ്ഥാനപ്പേര് കിട്ടിയത്. അപ്പോൾ അന്ന് ഇതാണ് തർക്കം. തൗഹീദിൻ്റെ ബേസാണ് ആ വിവാദങ്ങളുടെ അടിസ്ഥാനമുണ്ടായത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ വ്യത്യസ്ത കക്ഷികളുമായി ഉണ്ടായ അന്നത്തെ വാദപ്രതിവാദങ്ങൾ, ഖണ്ഡനങ്ങൾ, അവരുമായുള്ള ഏതൊക്കെ അർത്ഥത്തിലുള്ള വൈജ്ഞാനികമായി ഏറ്റുമുട്ടലുണ്ടോ അതിനൊക്കെ അടിസ്ഥാന ചർച്ച ഈ വിഷയം തന്നെയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഖൽഖു അഫ്ആലിൽ ഇബാദ എന്ന കിതാബ് എഴുതിയത് ഖദരിയാക്കൾക്കുള്ള മുഅ്തസിലികൾക്കുള്ള റദ്ദായിക്കൊണ്ടാണ്, ഖണ്ഡനമായിക്കൊണ്ടാണ്. ഇങ്ങനെ തൗഹീദിൻ്റെ വിശദാംശങ്ങൾ തന്നെയാണ് എല്ലാ കാലത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താണ് ഇതിൻ്റെ മർമ്മം, എന്താണ് ബേസ്, അത് അറിയൽ തന്നെയാണ് ഇതിനുള്ള പരിഹാര മാർഗം. അഹ്ലുസുന്ന സ്വീകരിച്ചു പോകുന്നത് അല്ലാഹു തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും എല്ലാം അല്ലാഹു ഏകനാണ്, ലാ ശരീക ലഹു വഹ്ദഹു ലാ ശരീക ലഹു. അല്ലാഹു ഏകനാണ്, ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. ഏകനാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഏകനാവുക, എങ്ങനെയാണ് ഏകനാവുക? അല്ലാഹു ഒരുത്തൻ മാത്രമേ ഉള്ളൂ വിശ്വസിച്ചാൽ മതിയോ? പോരാ. വഹ്ദഹു ഏകനാണെന്ന് പറഞ്ഞാൽ ഫീ ദാത്തിഹി വസിഫാത്തിഹി വഅഫ്ആലിഹി, റബ്ബിൻ്റെ സത്തയിൽ റബ്ബ് ഏകനാണ്. അപ്പോൾ റബ്ബിനെ പോലെ ഒരു സത്ത, റബ്ബിനെ പോലെ ദാത്ത് മറ്റൊന്നില്ല. വസിഫാത്തിഹി, അവൻ്റെ വിശേഷണങ്ങളിൽ അവൻ ഏകനാണ്. റബ്ബിൻ്റെ സിഫത്ത് പോലെ ഒരു സൃഷ്ടിക്കും സിഫത്തില്ല. അവൻ്റെ നാമങ്ങളെ പോലെ ഒരാൾക്കും നാമമില്ല. അവൻ്റെ പ്രവൃത്തി പോലെ ഒരാൾക്കും ഒരു പ്രവൃത്തിയുമില്ല. ഇതിലൊക്കെ വല്ല വ്യതിയാനം സംഭവിച്ചാൽ അത് വിശ്വാസരംഗത്തെ വ്യതിയാനമായിട്ടാണ് കണക്കാക്കപ്പെടുക. അള്ളാഹുവിൻ്റെ സിഫത്ത് ഒരു സൃഷ്ടിക്ക് വകച്ചു കൊടുത്താൽ ആ വിഷയത്തിന് പടച്ച റബ്ബിനോട് പങ്കു ചേർത്തു. അതുകൊണ്ട് നബിയോടെന്ന് പറഞ്ഞ നബിയെ നിങ്ങളും അള്ളാഹും ഉദ്ദേശിച്ചാൽ, മാ ഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂൽ നിങ്ങളും പടച്ചോനും ഉദ്ദേശിച്ചാൽ ആ കാര്യം നടക്കും. എന്താ നബിയുടെ പ്രതികരണം? അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ എന്നെ അള്ളാഹുവിനോട് തുല്യമാക്കുകയാണോ എന്നാണ്. നീ എന്നെ പടച്ചവനോട് തുല്യമാക്കുകയാണോ? ഇലാഹാന്ന് വിശ്വസിച്ചിട്ടില്ല, ഖാലിഖാന്ന് വിശ്വസിച്ചിട്ടില്ല, സ്വയം കഴിവിന് വിശ്വസിച്ചിട്ടില്ല. പിന്നെയോ മശീഅത്ത് എന്നതിൽ മാത്രം. മശീഅത്ത് അള്ളാഹു മുസ്ലിം മാ ഷാ അല്ലാഹു വശിഅത, അള്ളാഹും നിങ്ങളും ഉദ്ദേശിച്ചാൽ. മശീഅത്ത് എന്ന ആ വിശേഷത്തിൽ മാത്രമാണ്, അതും വാക്കിൽ മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിക്കും പോലെ നബിക്ക് മശീഅത്തുണ്ടെന്ന് ഒരു സ്വഹാബി പറയില്ലല്ലോ.
എന്നാ പദപ്രയോഗം പോലും നബിയെ താങ്കളും അള്ളാഹും ഉദ്ദേശിച്ചാൽ എന്ന പദം പ്രയോഗിച്ചപ്പോഴേക്ക് നീ എന്നെ അള്ളാഹ്ക്ക് തുല്യമാക്കുകയാണോ ചോദിച്ചു. കാരണം മശീഅത്ത് എന്ന സിഫത്തിൽ മാത്രമാണ് അവിടെ പങ്കുചേർക്കൽ വന്നത്. എന്നാൽ നബി ഞങ്ങൾ ചോദിച്ചത് നീ എന്നെ റബ്ബിനോട് തുല്യമാക്കുകയാണോ എന്നാണ്. അങ്ങനെ പറയാവതല്ല എന്നർത്ഥം. ഒരു ഒറ്റ വിശേഷത്തിൽ പോലും പാടില്ല. അശ്ശരിയാക്കളുടെ വിശ്വാസപ്രകാരം ഇലാഹ് എന്ന് പറഞ്ഞാൽ ഖാലിഖാണ്. അതേപോലെ ഖാദിർ അൽ ഇഖ്തിറാഅ്, സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ, ഒരു മുൻ മാതൃക ഇല്ലാതെ ഇല്ലായ്മയിൽ നിന്ന് പടച്ചുണ്ടാക്കാൻ കഴിയുന്നവനാണ് ഇലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹുവില്ലാതെ വേറെ ഖാലിഖില്ല, അല്ലാഹുവില്ലാതെ സൃഷ്ടിക്കാൻ കഴിയുന്നവരില്ല. അതാണ് അശ്ശരികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ സമസ്തക്കാരൊക്കെ ഇലാഹാന്ന് വിശ്വസിച്ചാലേ പിന്നെ ശിർക്കാവുള്ളൂ, സിട്ടാവ് വിശ്വസിച്ചാൽ ശിർക്കാവുള്ളൂ, അല്ലെങ്കിൽ ശിർക്കാവില്ല പറയാൻ കാരണം അതാണ്. അവരെ സംബന്ധിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹുവില്ലാതെ ഖാലിഖില്ല. ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, പുതുതായി ഉണ്ടാക്കാൻ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ പടച്ച റബ്ബല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ അതിന് വിഘാതമായി ഒരാൾ സൃഷ്ടാവാണ് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുള്ളൂ. അതില്ലാത്ത കാലത്തോളം അള്ളാഹു കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കുന്നു പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ സി എം ഒരു വിഷയം വന്നപ്പോൾ നമ്മളെ സാധാരണ പല പുസ്തകമാക്കാൻ പറഞ്ഞല്ലോ, സി എം ഒരു മുദബ്ബിർ ആലമാണ്, ലോകം നിയന്ത്രിക്കുന്നത്. നമുക്ക് വലിയ അത്ഭുതം, എന്താ പോലേക്ക് ഇതൊന്നും മനസ്സിലാവാത്തത്? ലോകം നിയന്ത്രിക്കുന്നത് പറയുക എത്ര വലിയ അപകടമാണെന്ന് നമ്മൾ ചോദിക്കും. എന്താ അവർക്ക് പ്രശ്നമായി തോന്നാത്തത്? അവരെ സംബന്ധിച്ച് മുദബ്ബിർ ആലം എന്ന് വിശ്വസിച്ചാലും ഒരു പ്രശ്നവുമില്ല. കാരണം സൃഷ്ടിക്കാൻ കഴിവുണ്ട് വിശ്വസിക്കുന്നില്ല, ഖാലിഖാണ് വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ ഖാലിഖാനും വിശ്വസിക്കാം. എങ്ങനെ? പടച്ച റബ്ബ് കഴിവ് കൊടുത്തു വിചാരിച്ചാൽ മതി. സൃഷ്ടിക്കാനുള്ള കഴിവ് അല്ല കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ അള്ളാഹിനെ പോലല്ല. കാരണം അള്ളാഹ്ക്കാരും കൊടുത്തതല്ല, അള്ളാഹു സ്വയമുള്ളതാണ്. സി എം അടവിന് അള്ളാഹു കൊടുത്തതാണ്. അപ്പോൾ അള്ളാഹിനെ പോലല്ല. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ സി എം അടവ് സൃഷ്ടിച്ചതാണ് പറഞ്ഞാൽ പോലും അവരസുര പ്രകാരം അത് ശിർക്കാവുകയില്ല. അത് പറയാൻ പറ്റില്ല, പറയും അതൊരു പറയും, അത് പറയാൻ പറ്റില്ല, അത് അപകടമാണ്, ചില കുഫ്ർ എന്ന വാക്കുകളൊക്കെ പറയും. പക്ഷേ ശിർക്ക് വരികയില്ല. ശിർക്ക് വരണമെങ്കിൽ സൃഷ്ടിക്കാൻ കഴിവുള്ള സൃഷ്ടാവാണ്, സ്വയം കഴിവുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അതോടുകൂടി ശിർക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ ശിർക്ക് സംഭവിക്കില്ല എന്നാണ്. നമ്മൾ മംഗലാപുരം സംഭവത്തിൽ നമ്മൾ പണ്ട് ചോദിച്ചല്ലോ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം മൊഹീദീൻ ശൈഖ് പറഞ്ഞാൽ എന്തായാലും ഹുക്മ ശിർക്കാവുമെന്ന്. ഒരു ശിർക്കാവില്ല. നമുക്ക് അത്ഭുതമാണ്, എങ്ങനെ അത് പറയാം. പക്ഷെ അവർക്ക് അതേ പറയാൻ പറ്റുള്ളൂ. അവർ അടിസ്ഥാനപ്രകാരം അത് ശിർക്കാവുകയില്ല. കാരണം എന്താ? നേരായ മാർഗത്തിൽ നയിക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്ത് വിശ്വസിച്ചാൽ മതി. ഇപ്പം മുദബ്ബിർ ആലം ലോകം മൊത്തം നിയന്ത്രിക്കും എന്ന് വിശ്വസിച്ചാലും കുഴപ്പമില്ല. അല്ല പേരോട് പുസ്തകം പറയും, ഒരു വണ്ടി നിയന്ത്രിക്കുന്നു പറഞ്ഞില്ലേ, അതിന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോന്ന്? ഡ്രൈവർ വണ്ടി നിയന്ത്രിക്കുന്ന പറഞ്ഞ പ്രശ്നമില്ലല്ലോ. അപ്പോൾ കുറച്ച് അപ്പുറത്തേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മൊത്തം നിയന്ത്രിക്കുന്നു, ഒരു ഭരണാധികാരി നാട് മൊത്തം നിയന്ത്രിക്കുന്നു, എന്നതുപോലെ ലോകം മൊത്തം നിയന്ത്രിക്കുന്നു. അവിടെ എങ്ങനെ ശിർക്ക് വരിക എന്നാണ്. ഏറി വന്നാൽ സി എം അടവൂര് അങ്ങനെ അല്ലാഹു ലോകം മൊത്തം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ധാര തെറ്റായി പോയിന്നേ ഉള്ളൂ. മുദബ്ബിർ ആലം എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ മൂപ്പരായ കോഴിക്കോട് ജില്ല മാത്രമേ നിയന്ത്രിക്കുള്ളൂ, അതിൽ അല്ല കഴിവെടുത്തുള്ളൂ എന്നാണെങ്കിൽ ഈ ധാരണ തെറ്റായി പോയി എന്നല്ലാതെ ശിർക്ക് വരുന്നില്ല. ഇതാണ് അവരാസുരി. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, ലാ ഖാദിറ അൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി കൊണ്ടുവരാൻ കഴിയുന്ന സൃഷ്ടാവ് അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ ഇബാദത്ത് കൊടുത്തുകൊണ്ട് മാത്രം ശിർക്കാവില്ല. അല്ലാഹുവില്ലാത്ത ഒരാൾക്ക് സുജൂദ് ചെയ്തു, ശിർക്കാവില്ല. ഒരു വാദപ്രകാരം അത് സുജൂദ് ആവില്ല എന്നാണ്. അത് സുജൂദ് ആവുകയില്ല. അത് സുജൂദ് ആകണമെങ്കിൽ ആർക്ക് മുമ്പിലാണോ സമർപ്പിക്കുന്നത് അവർക്ക് സ്വയം കഴിവുണ്ട് വിശ്വസിക്കണം. അല്ലാതെ സുജൂദ് ചെയ്താൽ സുജൂദല്ല. ഏതുപോലെ ഒന്നുമില്ലാതെ നിസ്കരിച്ചു, അത് നിസ്കാരാവോ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒന്ന് നിസ്കരിക്കുന്നുണ്ട്. നമ്മൾ പറയാം നിസ്കാരം സ്വയല്ലാതെ. എന്താ കാരണം? ഒന്നുമില്ലെങ്കിൽ അത് നിസ്കാരമായി കൂട്ടൂല. എന്നതുപോലെ ഒരു പടപ്പിന് മുമ്പ് സുജൂദ് ചെയ്താലും അത് സുജൂദല്ല. സുജൂദ് ആകണമെങ്കിൽ ആ പടപ്പ് ഖാലിഖാണ് വിശ്വസിക്കണം. അല്ലാത്ത കാലത്തോളം സുജൂദല്ല. തേടിയാൽ ദുആ അല്ല, അത് പ്രാർത്ഥനയല്ല, അത് കേവലം ഇസ്തിഗാസയാണ്. അത് ഉസ്താദ് ഞങ്ങൾ ദ്വാരിക്കലില്ല, ഇസ്തിഗാസ പറയും. അപ്പോൾ നമ്മൾ സ്ഥാപിച്ചു കൊടുക്കുന്നതാണ് ഇത് തന്നെയാണ് ദുആ എന്ന്. ഒരു അല്ല, ഞങ്ങൾ ദുആ ചെയ്യുന്നില്ല, ഇസ്തിഗാസയേ ഉള്ളൂ. ആ ഇസ്തിഗാസ എന്തുമാവാം. നരകത്തിൽ രക്ഷപ്പെട്ടനെ തേടാം, സ്വർഗം നൽകണെ തേടാം, ഈമാനെ മരിപ്പിക്കണെ തേടാം, ഒരു കുഴപ്പമില്ല. അത് ദുആ അല്ല. ദുആ ആകണമെങ്കിൽ ഈ തേടപ്പെടുന്ന ശക്തി സ്വയം കഴിവുള്ള ഇലാഹാണ്, ഖാലിഖാണ് എന്ന് വിശ്വസിക്കുമ്പോഴേ അത് ദുആ എന്ന് പറയുള്ളൂ. ഇതാണ് സമസ്തക്കാർ നമ്മളുള്ള അടിസ്ഥാന അഭിപ്രായ വ്യത്യാസം. അവിടെയാണ് നമ്മൾ തൗഹീദ് പ്രബോധന മേഖലയിൽ ഇവരെ ചെയ്യുന്ന പണി ദുആ തന്നെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പിന്നെ ശ്രമിച്ചത്. പടച്ച റബ്ബിനോട് ദുആ ചെയ്യാൻ പാടുള്ളൂ അവരും പറയും. ദുആ അല്ലാണ്ട് മാത്രം അവർക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ അവരെ ചെയ്യുന്നതൊന്നും ദുആ അല്ല. നമ്മൾ പറയല്ല ദുആ ആണ്. അപ്പോൾ തർക്കത്തിൻ്റെ മർമ്മം എന്തായി? ഇത് ദുആ ആണോ ദുആ അല്ലേന്നായി. ദുആ ആണെങ്കിൽ ചെയ്യാൻ പാടില്ല, അവിടെ സമ്മതിക്കും. പക്ഷെ ദുആ അല്ല എന്നൊരു വാദം. മൊയ്തീൻ ശൈഖിനോട് എന്ത് തേടിയാലും അത് പ്രാർത്ഥനയല്ല. അത് നിങ്ങൾ വെറുതെ പേരിട്ടാണ് പ്രാർത്ഥന, അത് പ്രാർത്ഥന അല്ല അവർ പറയാം. അത് ദുആ അല്ല, അത് സഹായാർത്ഥനയാണ്, ഇസ്തിഗാസയാണ്. കൊടുത്ത കഴിവിന് ചോദിക്കുക. അത് അവർ കൊടുത്ത കഴിവ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. കൊടുത്ത കഴിവിന് ചോദിക്കുകയാണ്. നീ ചോദിക്കപ്പെടുന്ന കാര്യമല്ല, കൊടുത്തില്ലെങ്കിലോ കിട്ടുകയെന്നുള്ളൂ, വളരെ കുഴപ്പമില്ല, ഉത്തരം കിട്ടുകയെന്നുള്ളൂ. ഒരാൾക്ക് പോയി ഒരു 100 കോടി കടം ചോദിച്ചു. എൻ്റെ 100 കോടി പോയിട്ട് 100 ഉറുപ്പില്ല, ശിർക്കാവോ? ശിർക്കാവില്ലല്ലോ. അപ്പോൾ എന്താണ് പോയത്? വെറുതായി, ആ സമയം വേസ്റ്റായി എന്നല്ലാതെ ശിർക്കാവില്ല. കാരണം എന്താണ്? ഓനാ കഴിവില്ല എന്നുള്ളൂ. എന്നതുപോലെ മൊഹീദീൻ ശൈഖിനോട് ഈമാനെ മരിപ്പിക്കണമെന്ന് പറഞ്ഞു.
ഈമാനെ മരിപ്പിക്കാനുള്ള കഴിവ് അല്ലാഹ് കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിലുള്ള ചോദിച്ചത് അബദ്ധമായി പോയി, അത് വെറുതെയായി പോയി എന്നല്ലാതെ ശിർക്ക് വരികയില്ല. ഇതാണ് സമസ്തന്റെ അസ്ല്. അതുകൊണ്ട് എപ്പോഴും അവർ കൊടുത്ത കഴിവിന് ചോദിക്കാതെ നിങ്ങൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യണത്. ഞങ്ങൾ കൊടുത്ത കഴിവിനാണ് ചോദിക്കുന്നത്. കൊടുത്ത കഴിവിനാണെങ്കിൽ പിന്നെ ദുആ ആവില്ല. കൊടുക്കാതെ സ്വയമുള്ള കഴിവാണെങ്കിലോ ചോദിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ശിർക്കായി മാറി. കാരണം അവരെ സംബന്ധിച്ച് ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖു അൽ ഖാദിറു അൽ ഇഖ്തിറാ, ഇതാണ് അവരെ സംബന്ധിച്ച് ഇലാഹ് എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലെ അഴിവാരംഗത്ത് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു തേട്ടം എപ്പോൾ പ്രാർത്ഥനയാകും. ഇലാഹാണ് ഖാലിഖാണ് വിശ്വസിച്ചാൽ പ്രാർത്ഥന തന്നെ സംശയമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വിശ്വസിക്കാതെയും പ്രാർത്ഥന വരാം. ഇത് പഠിപ്പിക്കാൻ ശ്രമിച്ചത് നമ്മൾ. ഇലാഹാന്ന് വിശ്വസിക്കാതെ, ഖാലിഖാന്ന് വിശ്വസിക്കാതെ, സ്വയം കഴിവിന് വിശ്വസിക്കാതെ തേടിയാലും ആ തേട്ടത്തിനും പിന്നെ ദുആ എന്ന് പറയാം. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കാനാണ് അപ്പോൾ നമ്മൾ ശ്രമിച്ചത്. അവിടെയാണ് ഈ പറഞ്ഞ ഹദീസൊക്കെ മാഷാ അല്ലാഹ് വശിഅത്ത് റസൂലുള്ളാഹ്, അല്ലാഹു റസൂലേ നിങ്ങളും അല്ലാഹും ഉദ്ദേശിച്ചാൽ എന്ന് പറയുമ്പോൾ നീ എന്നെ അല്ലാഹ്ക്ക് തുല്യമാക്കുകയാണോ? അവിടെ നബി ഇലാഹാന്ന് പറഞ്ഞിട്ടില്ല, നബി ഖാലിഖാന്ന് പറഞ്ഞിട്ടില്ല. നബിയാന്ന് പറഞ്ഞത് മാഷാ അല്ലാഹ് വശിഅത്ത് യാ റസൂലല്ലാഹ് എന്നാണ്. അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ ഉദ്ദേശിച്ചാൽ. അപ്പോൾ അല്ലാഹെന്നല്ല, ഇലാഹാന്നല്ല, റസൂല വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത് എന്ന് നബി പറഞ്ഞു ഞാൻ അല്ലാഹ്ക്ക് തുല്യമാക്കുകയാണോ? അപ്പോൾ ഖാലിഖാ വിശ്വസിക്കാതെയും ശിർക്ക് വരും എന്ന ഹദീസിന് കിട്ടി. നേരത്തെ പറഞ്ഞ ദാത്തുൽ വിഷയം, നബിയെ ഞങ്ങൾക്കൊരു മരം നിങ്ങൾ നിശ്ചയിച്ചു തരണം എന്നാ. അപ്പം നബി നിശ്ചയിച്ചു കൊടുത്താൽ ഖാലിഖാവോ? ഒരു മരം നബി നിശ്ചയിച്ചു കൊടുത്തു, നബി നിശ്ചയിച്ചു കൊടുത്താൽ ആ മരം ഇലാഹാവോ? ഇല്ലല്ലോ. അപ്പോൾ ഇലാഹാവാതെ ഖാലിഖാവാതെ തന്നെ ശിർക്ക് വരും. വാൾ തൂക്കാൻ ബർക്കത്ത് എടുക്കാൻ ഒരു മരം വേണമെന്ന് പറയുമ്പോൾ ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാകുന്നു എന്നാണ് പറഞ്ഞത്. കൊട്ടപ്പുറം സംഭവത്തിൽ എ പി അബ്ദുൽ ഖാദർ മൗലവി ഈ സംഭവം പറഞ്ഞത്. അതിന് ഉത്തരമില്ല. അപ്പോൾ കാന്തപുരം മുസ്ലിം മൗലവി മരുത്തമ്മ കയറി എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചുകൂടെ ചെയ്ത്. ഉത്തരം പറയാൻ വേറെ അവിടെ ശിർക്കാണ് എന്ന് പഠിപ്പിച്ചു. ഇലാഹാണെന്ന് ഇലാഹിനെ ചോദിക്കുമ്പോഴാണ് പഠിപ്പിച്ചു. സമാനമായ ഒരുപാട് ഹദീസുകൾ ഇന്ന റുഖ വത്തമാഇമ വത്തിവലത ശിർക്കുൻ, മന്ത്രങ്ങൾ, ഏലസുകൾ, അതേപോലെയുള്ള രക്ഷക്കായി കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ ശിർക്കാകുന്നു. അപ്പോൾ ഏലസ് ഇലാഹ എന്നാലും വിശ്വസിക്കും എന്ന് നബി ഞങ്ങൾ അവിടെ പറഞ്ഞത് ശിർക്ക് എന്നാണ്. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക, അല്ലാഹു അല്ലാത്ത പേര് വല്ലവൻ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ആ സത്യം ചെയ്യപ്പെടുന്ന വ്യക്തി ആ ശക്തി സ്വയം കഴിവുള്ള ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. സത്യം ചെയ്താൽ തന്നെ ശിർക്കാണെന്ന് പറഞ്ഞു. സമാനമായ ധാരാളം ഹദീസ് സ്ഥിരപ്പെട്ട് വന്നു. ഇവയെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ അഴിവാരംഗത്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഇലാഹെന്ന് വിശ്വസിക്കാതെയും ശിർക്ക് വരാം. ഇലാഹെന്ന് വിശ്വസിച്ച ശിർക്ക് തന്നെയാണ്, അത് വിശ്വസിക്കാതെയും ശിർക്ക് വരാം. അപ്പം എങ്ങനെ ശിർക്ക് വരിക? ഇലാഹിന് മാത്രം നൽകേണ്ട വല്ലതും ഇലാഹില്ലാത്ത നൽകിയാൽ അത് ശിർക്കാണ്. അപ്പോൾ ഇബാദത്തുകൾ ഒരു വ്യക്തിക്കോ ഒരു സൃഷ്ടിക്കോ ഒരു നബിക്കോ ഒരു വലിയനോ ഒരു ഖബറിനോ ഒരു മരത്തിനോ എവിടെ പോയി സമർപ്പിച്ചാലും ഇബാദത്ത് സമർപ്പിക്കലായി മാറി, അതോട് ശിർക്കായി മാറി. ഇതാണ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ തേട്ടങ്ങൾ ഇസ്തിഗാസ എന്ന് ഓമനപ്പെട്ടാലും ശരി അത് പ്രാർത്ഥനയാണ്. അപ്പോൾ പിന്നെ ഏത് തേട്ടമാണ് പറ്റുക, ഏത് തേട്ടമാണ് പറ്റാതിരിക്കുക? അപ്പോൾ അതായി ചർച്ച. പിന്നെ സാധാരണ ഉസ്താദന്മാർ ചോദിക്കും, അപ്പോൾ നിങ്ങൾ ഡോക്ടർക്ക് പോയിട്ട് മരുന്ന് ചോദിക്കുന്നില്ലേ, ഭാര്യയോട് പോയി കഞ്ഞി ചോദിക്കുന്നില്ലേ, പലരോടും സഹായം ആവശ്യപ്പെടുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ ശിർക്കാണോ? അല്ല. അത് ഇയ്യാക സ്ത്രീ-എതിരാണോ? അല്ല. അപ്പോൾ ഇവരെ എവിടെയാണ് ഇത് വേർതിരിക്കുന്നത്? അനുവദിക്കപ്പെട്ട ചെയ്യുന്ന സഹായത്തേട്ടമുണ്ട്, എന്നാൽ പാടില്ലാത്ത പാത്രയാകുന്ന സഹായത്തേട്ടവുമുണ്ട്. ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്ന നമ്മൾ തന്നെ പരസ്പരം പല കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായത്തിന് ചോദിക്കണം. കടം ചോദിക്കുന്നു, അതേപോലെ പല ആവശ്യങ്ങളും പരസ്പരം ആവശ്യപ്പെടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്നു, ജാതി മതം പോലും നോക്കാതെ പരസ്പരം ചോദിക്കുന്നുണ്ട്. അത് ഇയ്യാക നസ്തഈനെതിരാണോ? അല്ല. അപ്പോൾ ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞ സഹായത്തേട്ടം വേറെയാണ്, ഈ അനുവദിക്കപ്പെടുന്ന ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾ അത് വേറെയാണ്. അപ്പോൾ എന്താണ് മാനദണ്ഡം? സമസ്തക്കാരെ സംബന്ധിച്ച് ഇങ്ങനത്തെ വ്യത്യാസമേ ഇല്ല. അഭൗതിക കാര്യം ഭൗതിക കാര്യം അങ്ങനത്തെ ഒന്നുമില്ല. ഏത് കാര്യം ആരോടും ചോദിക്കാം, ഇലാഹാന്ന് വിശ്വസിക്കാൻ മതി. ഇലാഹാന്ന് വിശ്വസിച്ചാലോ ചെറിയ കാര്യം ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ശരി ആ വിശ്വാസത്തോട് തന്നെ അത് ശിർക്കായി മാറുകയും ചെയ്തു. അവിടെയാണ് ഈ സഹായാത്ര നമ്മൾ രണ്ടാക്കി തിരിക്കേണ്ടി വന്നത്. KM മൗലവി മുതലുള്ള നമ്മുടെ മുൻഗാമികൾ ഇത് രണ്ടാക്കി വേർതിരിച്ച് കൃത്യമായി പഠിപ്പിച്ചു. KM മൗലവിക്ക് അന്ന് വന്ന ചോദ്യമായിരുന്നു ഈ ചോദ്യം. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ അതേ സമയത്ത് മറ്റു പല സഹായം ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്താണ് തമ്മിൽ വ്യത്യാസം? അന്ന് KM മൗലവി 1932 വന്ന ചോദ്യമാണ്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടികളാണ് പിന്നെ അദ്ദുആ വൽ ഇബാദ എന്ന പേരിൽ 1932 ജമിഅത്തുൽ ഉലമ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചത്. KM മൗലവിക്ക് വന്ന ഈ വിഷയത്തിലെ ചോദ്യങ്ങളാണ്. അത് മൗലവി റഹിമഹുല്ലാഹ് കൃത്യമായ ആയത്തും ഹദീസും വെച്ചുകൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് അതവിടെ പഠിപ്പിച്ചു കൊടുത്തു. ഏത് സഹായ ചോദ്യമാണ് ഇയ്യാക നസ്തഈൻ എന്ന സഹായ ചോദ്യം, ഏതല്ലാത്ത സഹായ ചോദ്യം. അവിടെയാണ് കാര്യകാല പദങ്ങൾക്കപ്പുറം ഭൗതികം അഭൗതികം അതേപോലെ അദൃശ്യം ദൃശ്യം എന്നൊക്കെയുള്ള മലയാള പദങ്ങൾ ഇവിടെ ഉപയോഗിച്ചത്. സാധാരണ ഒരു സഹായം എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിൽ വരും. ഒന്ന് പടച്ച റബ്ബ് അസ്ബാബുകൾ മുഖേന നടപ്പാക്കുന്നത്, വ്യവസ്ഥകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നടപ്പാക്കുന്ന കാര്യങ്ങൾ, അത് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്താം. ചിലത് അസ്ബാബുകൾ മുഖേന അല്ലാതെ നടപ്പാക്കുന്ന കാര്യങ്ങൾ, അത് റബ്ബിനോട് ചോദിക്കാം. ഉദാഹരണമായി രോഗം ശിഫയാവുക. രോഗം ശിഫയാകുന്ന രണ്ട് മാർഗമുണ്ട്. ഒന്ന് നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥകൾ,
അതാണ് മരുന്ന് കഴിക്കുക, ചികിത്സിക്കുക. അതല്ല വെച്ച വ്യവസ്ഥയാണ്. എന്നാൽ രോഗം ശിഫയാവുക എന്നുള്ളതോ ഇതിനെല്ലാം അപ്പുറത്ത് പടച്ചിറപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ശിഫയാക്കാൻ അള്ളാഹ്ക്ക് കഴിയുള്ളൂ, മരുന്ന് ശിഫയാക്കാൻ കഴിയില്ല. മരുന്ന് ശിഫയാവാനുള്ള ഒരു നിമിത്തം മാത്രമാണ്. അല്ലെങ്കിൽ മരുന്ന് കഴിച്ച എല്ലാവർക്കും ശിഫ കിട്ടണം, മരുന്ന് കഴിക്കാത്ത ഒരാൾക്കും ശിഫ കിട്ടാനും പാടില്ല. അത് രണ്ടുമില്ല. മരുന്ന് കഴിക്കാതെയും ചില രോഗങ്ങൾ സുഖമാകുന്നുണ്ട്, എത്ര മരുന്ന് കഴിച്ചാലും ചില രോഗങ്ങൾക്ക് സുഖമാകുന്നുമില്ല. ഒരേ അസുഖം, ഒരേ ചികിത്സ, ഒരേ ഡോക്ടർ രണ്ടാക്കി മരുന്ന് കൊടുത്ത് ഒരാൾക്ക് മാറി മറ്റൊരു മാറിയില്ല, ഉണ്ടാവുമല്ലോ. ഒരേ ഡോക്ടറാണ്, ഒരേ മരുന്ന്, ഒരേ രോഗമാണ്, പക്ഷെ ഒരാൾ രോഗം മാറി മറ്റൊരു രോഗം മാറിയില്ല. അപ്പം മരുന്നല്ല ശിഫയാക്കുന്നത്, മരുന്ന് ശിഫയാവാനുള്ള ഒരു നിമിത്തം മാത്രമാണ്. ആ നിമിത്തത്തിന് കൂടെ റബ്ബിൻ്റെ മശിയത്ത് കൂടി വരണം, അപ്പോൾ ശിഫയാവുള്ളൂ. കാരണങ്ങൾ സ്വീകരിക്കണം, പടച്ച റബ്ബ് ഉദ്ദേശിക്കുകയും വേണം. അപ്പം എൻ്റെ അയാൾക്ക് സുഖമായില്ല, ഈ മരുന്ന് കൊണ്ട് അയാൾക്ക് ഷിഫ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. ഒരു പക്ഷേ മറ്റൊരു മരുന്ന് കൊണ്ട് ഇയാൾക്ക് ഷിഫ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ മരുന്ന് കഴിച്ചു, രോഗം കുറയുന്നില്ല, വീണ്ടും ഡോക്ടറെ പോയി കണ്ടു, ഡോക്ടർ മരുന്ന് മാറ്റി കൊടുത്തു, അത് കഴിച്ചപ്പോൾ സുഖമായി. എന്നാൽ ഇയാൾ ചോദിക്കുക, എന്നാൽ പിന്നെ അന്നനെ ഈ മരുന്ന് ഇല്ലാ പോലെയെന്നോ? അത് ചോദിക്കില്ല. അപ്പോൾ അല്ലാഹു തആല ഇയാൾക്ക് ഷിഫ നിശ്ചയിച്ചത് ഈ മരുന്നിന്. അപ്പോൾ സംസം വെള്ളം കുടിച്ചാൽ രോഗം ഷിഫയാകും. അപ്പോൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ മക്കത്ത് ഹോസ്പിറ്റലിൽ നിന്ന്? അത് ചോദ്യം അന്യായമാണ്. കാരണം എന്താണ്? സംസം ഷിഫയാണ്, അതിനർത്ഥം സംസം കുടിച്ചാൽ എല്ലാവർക്കും എല്ലാ അസുഖം മാറുന്നല്ല. ചില ആൾക്ക് മാറൂല, ചില ആൾക്ക് മാറും. അല്ലാതെ മശിയത്ത് ഉണ്ടാകണം. മരുന്ന് ഒരു സബബായതുപോലെ സംസം മറ്റൊരു സബബാണ്, ദുആ മറ്റൊരു സബബാണ്. ദുആ ചെയ്ത രോഗം മാറും. വീട്ടിൽ ദുആ ചെയ്ത രോഗം മാറിയില്ല, അതുകൊണ്ട് ദുആ ചെയ്യുന്നത് കാര്യമില്ല എന്ന് ഉത്തരം പറയോ? ഇല്ല, അത് മറ്റൊരു നിമിത്തമാണ്. ഇതൊന്നുമില്ലാതെ രോഗം ഷിഫയാവും. ഓൻ സംസം കുടിച്ചിട്ടില്ല, മരുന്ന് കഴിച്ചിട്ടില്ല, ദുആ ചെയ്തിട്ടില്ല, എന്നാലും ഒരു പക്ഷേ രോഗം മാറുകയും ചെയ്തേക്കാം. അപ്പോൾ റബ്ബിൻ്റെ മശീഅത്ത്, റബ്ബാണ് ഷാഫി, ഷിഫ നൽകുന്നവൻ അല്ലാഹു തആല. ആ ഷിഫക്കുള്ള അസ്ബാബുകളെ റബ്ബ് നിശ്ചയിച്ചു തന്നു. അല്ല രോഗം ഇറക്കിയപ്പോൾ തന്നെ അതിന് വേണ്ട മരുന്നുകൾ ഇറക്കിയിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസലഹു ദവാഅൻ. റബ്ബ് ഏത് രോഗം ഇറക്കിയാലും അതിന് കൂടെ അതിനുള്ള ദവാ മരുന്നും ഇറക്കിയിട്ടുണ്ട്. അറിയുന്നവർക്ക് അറിയും, അറിയാത്തവർക്ക് അറിയാതെ പോകും. അവിടെ ഫതദാവൂ, നിങ്ങൾ ചികിത്സിക്കുവീൻ. ഫൈദാ ഉസീബ ബരിഅ ബിഇദ്നില്ലാഹ്. ശരിയായ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ റബ്ബിൻ്റെ ഇതിനു പ്രകാരം സുഖപ്പെടും. ചികിത്സ കിട്ടിയാൽ മാത്രം പോരാ, അല്ലാതെ ഇതിന് വേണം. എത്ര ചികിത്സിച്ചാലും മാറുന്നില്ല, കാരണം പഠിച്ചോൻ തീരുമാനിച്ചിട്ടില്ല ഇവിടെ ഷിഫയാവാൻ. ആ രോഗം നൽകിയതിൽ അല്ലാഹു തആലയ്ക്ക് വേറെ ഉദ്ദേശം ഉണ്ടാവും. ഇവ രോഗം നൽകിയതിൽ പക്ഷേ ഇവിടെ സ്വർഗ്ഗത്ത് കൊണ്ടാകാൻ വേണ്ടിയിരിക്കും. ഒരു അമല് കുറവാണ്, അപ്പോൾ കുറച്ച് പ്രതിഫലം കൊടുക്കണം, അതിൽ അല്ലാഹു തആല രോഗം നൽകും. റബ്ബ് തീരുമാനിക്കും, അവൻ എൻ്റെ അടിമ ഒരു 10 കൊല്ലം കിടക്കട്ടെ രോഗിയായിട്ട്. ആ 10 കൊല്ലം രോഗിയായത് അല്ലാഹു പ്രതിഫലം കൊടുക്കും. ആ പ്രതിഫലം കൂട്ടി വെക്കുമ്പോൾ സ്വർഗ്ഗാവകാശിയായി മാറും. അപ്പോൾ ആ 10 കൊല്ലമായി എത്ര മരുന്ന് വിളിച്ചാലും മാറൂല. ഇത് സബബല്ലാത്തതുകൊണ്ടല്ല, അവൻ്റെ കാര്യത്തിൽ അല്ലാഹു തആല ഇപ്പോൾ ഷിഫാ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് റബ്ബിൻ്റെ മശീഅത്താണ് പ്രധാനം, അത് റബ്ബിനോട് ചോദിക്കാവൂ. അവിടെ രോഗം ഷിഫയാക്കുന്ന അല്ലാഹ്, ഷിഫ തേടേണ്ടത് അല്ലാഹിനോട്. എന്നാൽ ഡോക്ടറെ പോയിട്ട് എന്തിനാണ്? ഇതിന് വേണ്ട അസ്ബാബുകളെ, നിമിത്തങ്ങളെ മനസ്സിലാക്കി ഇന്ന രോഗത്തെ ഇന്ന മരുന്ന് എന്ന് കണക്കാക്കി അത് നിശ്ചയിച്ച് തരാൻ വേണ്ടി മാത്രം പോണത്. അവിടെ ജാതി മതം നോക്കേണ്ട ആവശ്യമില്ല. ഈ വിഷയത്തിൽ മാഹിറായ, അതിൽ കഴിവുള്ള, നമുക്ക് വിശ്വാസമുള്ള ഏത് ഡോക്ടറെ പോയി സമീപിക്കാം. ഇസ്ലാമിനെതിരില്ലാത്ത ചികിത്സ നിർദ്ദേശിച്ചാൽ സ്വീകരിക്കാം. ഇസ്ലാമിന് അന്യമായ ചികിത്സ പറഞ്ഞാണ്, അയാൾ പറഞ്ഞു കുറച്ച് കള്ളുടിച്ചാൽ മതി, നിങ്ങളുടെ സോക്കേട് മാറും. അത് വേണ്ട, നമ്മൾ കുടിക്കില്ല. അതിന് മാറിയും കുടിക്കുക. അയാൾ ഇവിടെ 100 ആൾ കുടിച്ചു നോക്കി മാറിയിട്ടുണ്ട്, ആയിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് മാറണ്ട. അത് റബ്ബിന് നിശ്ചയിച്ച സബബായിരിക്കാം, പക്ഷേ അനുവദിച്ച സബബല്ല. ഒരു കാര്യം സബബായി നിശ്ചയിച്ചുകൊണ്ട് മാത്രം ഉപയോഗിക്കാമെന്നില്ല, അത് അല്ലാഹ് അനുവാദം തരണം. ഇപ്പം മോഷ്ടിച്ചാൽ പൈസ ഉണ്ടാവും, അല്ലാഹ് നിശ്ചയിച്ച സബബാണ്. പണം ഉണ്ടാവുക അല്ലാഹ് നിശ്ചയിച്ച സബബാണ്. മോഷണം, പക്ഷെ നമുക്കത് പാടില്ല. വ്യഭിചരിച്ചാലും കുട്ടിയുണ്ടാകും, അല്ലാഹ് നിശ്ചയിച്ച സബബാണ്, നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം സബബാക്കി വെച്ചാൽ മാത്രം പോരാ, റബ്ബ് അത് അനുവദിക്കുകയും. അപ്പം റബ്ബ് വിലക്കിയ സബബാണെങ്കിൽ സബബ് തന്നെയാണ്, പക്ഷേ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ സിഹർ ചെയ്താൽ അതുകൊണ്ട് സിഹർ ഉണ്ടാക്കാൻ കഴിയും, അത് അല്ലാഹ് നിശ്ചയിച്ച സബബാണ്. സബബില്ലാതല്ല, അല്ലാഹ് നിശ്ചയിച്ച സബബാണത്, പക്ഷേ ആ സബബ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സിഹർ ചെയ്യാൻ പാടില്ല, ചെയ്യിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെന്താണ്? സബബല്ലാത്തതുകൊണ്ടല്ല, സബബ് തന്നെയാണ്, പക്ഷേ ആ സബബ് നമുക്ക് അനുവാദമില്ല. അപ്പോൾ റബ്ബ് കാര്യങ്ങൾ നടപ്പാക്കുന്നത് 2 വഴിക്കാണ്. ഒന്ന്, അല്ലാഹ് നിശ്ചയിച്ച വ്യവസ്ഥകൾ മുഖേന. ആ വ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്തൽ എവിടേക്ക് അനുവാദമുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്താം. അത് ഇബാദത്തല്ല, ശിർക്കല്ല. അതിനാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് ഇപ്പുറം എന്ന് പറയുന്നത്. അതിനാണ് ഭൗതിക മാർഗം എന്ന് പറയുന്നത്. അതാണ് സാധാരണ മാർഗം, ദൃശ്യമാർഗം എന്നൊക്കെ പറയുന്നത്. അതിനധീനമായുള്ള കാര്യങ്ങൾ, റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ, അത് നടപ്പാക്കാൻ പടച്ച റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വ്യവസ്ഥകളെ വ്യവസ്ഥപ്പെടുത്തുക അല്ലാഹുവാണ്. അതിനാൽ ഈ വ്യവസ്ഥ ഒന്നുമില്ലാതെയും കാര്യം നടപ്പാക്കാൻ കഴിയുന്നവൻ പടച്ച റബ്ബ് മാത്രം. സമസ്തകാല വാദപ്രകാരോ അങ്ങനെയൊന്നുമില്ല. അത് എല്ലാവർക്കും പറ്റും, അമ്പിയാക്കൾക്കും പറ്റും, ഔലിയാക്കും പറ്റും. പക്ഷേ അല്ലാഹ് കഴിവ് കൊടുക്കണമെന്നേ ഉള്ളൂ. അല്ലാഹ് കഴിവ് കൊടുത്താൽ അവർ രോഗം മാറട്ടെ പറഞ്ഞാൽ മതി, രോഗം മാറും. മൊയ്തീൻ ഷെയ്ഖുൻ എന്ന് പറഞ്ഞാൽ ഫയക്കൂൻ, അതുണ്ടാകും. മൊയ്തീൻമാരി പറഞ്ഞു, എന്നോട് ഏകൽ ഉടയവൻ തൻ്റെ ഏകൽ ആകെന്ന് ഞാൻ ചൊല്ലുകയില്ലാകുമതെന്നോ പറഞ്ഞു. എൻ്റെ ഏകൽ, എൻ്റെ കൽപ്പന
ഉടയവൻ്റെ കൽപ്പന തന്നെയാണ്. ആവട്ടെ ഞാൻ പറഞ്ഞാൽ മതി, അതുണ്ടായിത്തീരും. അത് പഠിച്ചവനെ പറ്റി അല്ല പറഞ്ഞാണ്, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഉണ്ടാവും എന്ന് അല്ല പറഞ്ഞാൽ അതുണ്ടാകും. അവിടെ അസ്ബാബുകൾ വേണ്ട, ഒരു വ്യവസ്ഥയും വേണ്ട. പഠിച്ചവനാണ് ഉദ്ദേശിച്ചാൽ മതി, ഷിഫയാവട്ടെ അത് തീരുമാനിച്ചാൽ ഷിഫയാകും. ഒരു മരുന്നും വേണ്ട, ഒന്നും വേണ്ട. കുട്ടി ഉണ്ടാവും അത് തീരുമാനിച്ചാൽ കുട്ടി ഉണ്ടാകും. കല്യാണം കഴിക്കും വേണ്ട, ഒന്നും വേണ്ട. മറിയം ബീവി ഗർഭിണിയായത് അങ്ങനെയാണ്. മറിയം ബീവി ഗർഭിണിയായത് ഒരു വ്യവസ്ഥയും ഇല്ലാതെയാണ്. അത് റബ്ബിൻ്റെ തീരുമാനമാണ്. റബ്ബ് പറഞ്ഞാൽ സംഭവിക്കും. മുഹ്യിദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞാലും അതുണ്ടാകും എന്ന് സമസ്തക്കാർക്ക് വിശ്വസിക്കാം. കാരണം എന്താണ്? മുഹ്യിദ്ദീൻ ഷെയ്ഖിന് എന്ന് പറഞ്ഞാൽ ഉണ്ടാവാനുള്ള കഴിവ് അള്ളാഹു കൊടുത്താണ് എന്ന് വിശ്വസിച്ചാൽ മതി. സ്വയമില്ല, അള്ളാഹ് കഴിവ് കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വരില്ല. അപ്പം അള്ളാഹിനെ പോലെയല്ല. നമ്മളെന്താ അവിടെ പറയാം? അള്ളാഹ് അങ്ങനെ കഴിവ് കൊടുക്കൂല എന്നാ. അത് അള്ളാഹിൻ്റെ മാത്രം കഴിവാണ്, അവൻ്റെ മാത്രം കുദരത്താണ്. അത് അള്ളാഹു തആല ഒരാൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിച്ചു എന്നാണ്. കുദരത്ത് എന്ന സിഫത്തിൽ അതൊരു പങ്കുകാരനെ സ്വീകരിച്ചു. എന്നിട്ട് അള്ളാഹ് നബിയെ പറഞ്ഞേക്കുക അള്ളാഹ്ക്ക് പങ്കുകാരില്ല പഠിപ്പിക്കാൻ വേണ്ടി. അള്ളാഹ് സ്വയം പങ്കുകാരനെ സ്വീകരിക്കുകയും ചെയ്യുക, അതുണ്ടാവില്ല. അള്ളാഹ്ക്ക് ഖാസായ സിഫത്തുകൾ, അവൻ്റെ കേൾവി, അവൻ്റെ കാഴ്ച, അവൻ്റെ അറിവ്, അവൻ്റെ കഴിവ് അടക്കമുള്ള ഒരു സംഗതിക്കും അള്ളാഹുവിൻ്റെ പങ്കുകാരനെ സ്വീകരിക്കൂല, അതിലാക്കും അത് കൊടുക്കുകയുമില്ല. അതുകൊണ്ട് വ്യവസ്ഥകൾക്കപ്പുറമുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു പടപ്പിനും ചെയ്യാൻ കഴിയുകയില്ല. പിന്നെ അതിനപ്പുറമുള്ള കാര്യമാണ് മുഅ്ജിസത്ത് കറാമത്ത്, വ്യവസ്ഥകൾക്ക് അതീതമായ കാര്യം. ഇപ്പം മൂസാ നബി ഇസ്ലാം വടി താഴെ ഇട്ടു, പാമ്പായി മാറി. അങ്ങനെ ഒരു സിസ്റ്റം ലോകത്തുണ്ടോ? ഒരു വടി എടുത്ത് കിട്ടാൽ ആ വടി പാമ്പായി മാറുക, ഒരു പാമ്പിനെ പിടിച്ചാൽ അത് വടിയായി മാറുക, അങ്ങനെ വ്യവസ്ഥ ലോകത്തുണ്ടോ? ഇല്ല, അങ്ങനെ വ്യവസ്ഥ ഇല്ല. ഒരു രണ്ട് പാമ്പ് ഇണ ചേർന്നിട്ട് പുതിയ പാമ്പ് ഉണ്ടാവാന്നല്ലാതെ വടി എടുത്ത് കിട്ടാൻ പാമ്പ് ഉണ്ടാകാന്നുള്ള ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. അത് മുഅ്ജിസത്താണ്, വ്യവസ്ഥകൾക്ക് അപ്പുറമാണ്. അത് മൂസാ നബിയുടെ കഴിവല്ല, അത് പഠിച്ചോ നടപ്പാക്കിയ കാര്യമാണ്. സമസ്തക്കാരെ പോലെ അള്ളാഹ് കൊടുത്ത കഴിവാണ്. അപ്പം മൂസാ നബിക്ക് ആ കഴിവുണ്ട്. അദ്ദേഹം ഉദ്ദേശിക്കുമ്പോഴൊക്കെ വേണമെങ്കിൽ പാമ്പാക്കി മാറ്റാം. എന്നാൽ ഖുർആൻ പഠിപ്പിച്ച അങ്ങനെയല്ല. കാരണം ആ വടി പാമ്പായി മാറിയപ്പോൾ മൂസാ നബി ഇസ്ലാം പേടിച്ചു വന്നത്. സ്വന്തം കഴിവാണെങ്കിൽ പേടിക്കുന്നല്ലോ. പേടിച്ചു മാത്രമല്ല, അദ്ദേഹം പിന്തിരിഞ്ഞ് ഓടി. അള്ളാഹ് വിളിച്ചു, പേടിക്കണ്ട, പേടിക്കണ്ട, അള്ളാഹ് വിളിക്കരുത്, ഇവിടെ നിൽക്കുക, അത് പിടിച്ചോ എന്ന് അള്ളാഹ് പറയുക ചെയ്യുന്നത്. അപ്പോൾ അത് മൂസാ നബിയുടെ കഴിവല്ല, എന്നാൽ വ്യവസ്ഥകൾക്ക് അപ്പുറമാണ്. അത് പടച്ച റബ്ബ് നടപ്പാക്കിയ കാര്യമാണ്. അത് വ്യവസ്ഥയെ സംവിധാനിച്ച അല്ലാഹു തആല വ്യവസ്ഥ ഇല്ലാതെ തന്നെ ഒരു കാര്യം നടപ്പാക്കി വെച്ചു. എന്തിന്? പടച്ച റബ്ബിൻ്റെ മഹാത്മ്യത്തെ ബോധ്യപ്പെടുത്താൻ. ഇത് കാണിച്ചത് മൂസാ നബി ഇസ്ലാം പറയാം, അള്ളാഹ് കഴിവുള്ളവൻ, അള്ളാഹ് ഇലാഹാണ്, ആ അള്ളാഹ് എന്നെ അയച്ച റസൂലാണ്. എന്തിന്? അള്ളാഹിനെ മാത്രം അറിയിക്കാൻ, അല്ല എൻ്റെ മഹത്വം കൽപ്പിക്കാന്നല്ല, പടച്ച റബ്ബിനെ മഹത്വം അറിയിക്കാൻ വേണ്ടി റബ്ബ് നടപ്പാക്കുന്ന കാര്യമാണ് മുഅ്ജിസത്ത് കറാമത്തുകൾ. അത് വ്യവസ്ഥകൾക്ക് അപ്പുറത്താണ്. സക്കറിയ നബി കടന്നു വരുമ്പോഴൊക്കെ മറിയം ബീവിയുടെ മുമ്പിൽ ഭക്ഷണം കാണുന്നു. ചോദിക്കൂ, യാ മറിയം അന്നാ ലക്കി ഹാദാ, എവിടെ നിന്നാണ് കിട്ടിയത്? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, അത് റബ്ബിൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അത് കറാമത്താണ്, ആരും കൊണ്ടു കൊടുത്തതല്ല. സ്വകാര്യത്തെ ആരും കൊണ്ടു കൊടുത്തതാണെങ്കിൽ കറാമത്താവില്ല. ആ വ്യവസ്ഥകളൊന്നുമില്ലാതെ ആ കാലത്ത് ആ ഒരു സീസണിൽ ലഭ്യമല്ലാത്ത പഴങ്ങൾ മറിയം ബീവിയുടെ മുമ്പിൽ എങ്ങനെ വരികയാണ്? അത് വ്യവസ്ഥകൾക്ക് അതീതമാണ്. അത് മറിയം ബീവിയുടെ കഴിവല്ല, അത് റബ്ബ് നടപ്പാക്കുകയാണ്. പുരുഷ സ്പർശനമില്ലാതെ അവർ ഗർഭിണിയായി മാറുന്നു, അതവരുടെ കഴിവല്ല, അത് റബ്ബ് നടപ്പാക്കുകയാണ്. അതുകൊണ്ട് അവരെ പോയി ചോദിച്ചു, എങ്ങനെ കുട്ടി ഉണ്ടാവുക? വളരെ യംസസ്നൈ ബശറും വലം അക്കു ബഗിയ്യ, എന്നൊരു പുരുഷനും സ്പർശിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കുട്ടി ഉണ്ടാകും? ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. റബ്ബ് പറയുന്നു, എനിക്കത് എളുപ്പമാണ്. അല്ല, മറിയം ബീവിക്ക് എളുപ്പമാണെന്നല്ല, അള്ളാഹ്ക്ക് എളുപ്പം. കാരണം അള്ളയാണ് ഈ സിസ്റ്റം വെച്ചത്. ആണും പെണ്ണും ഇണ ചേർന്നാൽ കുട്ടി ഉണ്ടാകുമെന്ന സിസ്റ്റം ഇവിടെ വെച്ചതാരാ? അള്ളാഹുവാണ്. ആ റബ്ബിന് ഈ വ്യവസ്ഥ ഇല്ലാതെ തന്നെ കുട്ടിയെ ഉണ്ടാക്കാൻ പറ്റും, അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ് അഭൗതികമായ കഴിവ് എന്ന് പറയാം. അത് ജിന്നിനുണ്ടാവോ? ഉണ്ടാവില്ല. ഇവരും പറയാം ഉദാഹരണമാക്കി ഉണ്ടാവും, മറ്റുള്ള ജിന്നിനുണ്ടാവും. അവിടെയാണ് ഇത് വലിയ തർക്കമായി മാറുന്നത്. ആ കഴിവ് ഒരു പടപ്പിനുമില്ല, ജിന്നിനുമില്ല, മലക്കിനുമില്ല, മനുഷ്യനുമില്ല, പക്ഷിക്കുമില്ല, മൃഗത്തിനുമില്ല, ഒന്നിനുമില്ല. ഇത് പടച്ച റബ്ബിന് മാത്രമുള്ളതാണ് അഭൗതികമായ കഴിവ്, അഭൗതികമായ കേൾച്ച, അഭൗതികമായ കേൾവി, അഭൗതികമായ കാഴ്ച, അറിവ് തുടങ്ങി എല്ലാം വ്യവസ്ഥകൾക്ക് അതീതമായ ഒരു പ്രവൃത്തിയും ഒരു സൃഷ്ടിയും ചെയ്യുന്നില്ല. അത് സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ. അത് സൃഷ്ടിക്കുണ്ടെന്ന് പറയുമ്പോൾ ആ സിഫത്തിൽ സൃഷ്ടിയെ കൂടി പങ്കു ചേർക്കൽ വന്നു. അതുണ്ട് വിശ്വസിച്ചാൽ ശിർക്ക് വന്നു. ആ അർത്ഥത്തിൽ തേടിയാൽ ആ തേട്ടം ശിർക്കായി മാറി, അത് പ്രാർത്ഥനയായി മാറി. കാണുന്നു വിശ്വസിച്ചാൽ ആ കാഴ്ച എന്ന വിശ്വാസം ശിർക്കായി മാറി. ആ അർത്ഥത്തിലെ ഭയം ശിർക്കായി മാറി, സ്നേഹം ശിർക്കായി മാറി. അവിടേക്ക് ശിർക്ക് വരല്ലോ. പടച്ച റബ്ബിനെ പോലെ സ്നേഹിക്കുന്നവർ തങ്ങളുടെ പങ്കുകാരെ എന്നല്ല പറഞ്ഞു. പങ്കുകാരെ സ്ഥാപിക്കുകയും ആ പങ്കുകാരെ സ്നേഹിക്കുകയും ചെയ്യുക, ആ സ്നേഹം ശിർക്കാണ്. സ്നേഹം കൽബിയായ അമലായി, കൽബിയായ ഇബാദത്താണ്. അത് റബ്ബിനോട് ഉണ്ടാകാവൂ. ആ അർത്ഥത്തിൽ ഒരു പടപ്പിനെ സ്നേഹിച്ചാൽ ആ സ്നേഹം ശിർക്കായി മാറി. എന്നാൽ ഉമ്മാനെ സ്നേഹിക്കുന്നില്ലേ, വാപ്പാനെ സ്നേഹിക്കുന്നില്ലേ, മക്കളെ സ്നേഹിക്കുന്നില്ലേ? അത് ശിർക്കാണോ? അല്ല, അത് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അതിന് അതീതമായ സ്നേഹം വരുമ്പോൾ ശിർക്കായി മാറും. ഭയം,
അള്ളാഹു മാത്രമേ ഭയം പാടുള്ളൂ അഭൗതികമായിട്ട്. യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, പടച്ച റബ്ബിനെ ഗൈബായ നിലയ്ക്ക് ഭയപ്പെടുന്നവർ. ആ ഭയത്തിൽ ശിർക്ക് വരും. പടച്ച റബ്ബല്ലാത്തൊരു പടപ്പിനെ വ്യവസ്ഥകൾക്ക് അതീതമായി പേടിച്ചാൽ ശിർക്കായി. ഒരു സർപ്പം വന്നു, പാമ്പ് കടിക്കാമെന്നു, നമ്മളൊക്കെ ബേജാറാവും. ആ പേടി ശിർക്കാണോ? അല്ല. എന്നാൽ പാമ്പിനെ പൂജിക്കുന്ന, പാമ്പിനെ ആരാധിക്കുന്ന ഒരു ഭക്തനാണെങ്കിലോ പാമ്പിനെ കണ്ട വേഗം കൈകൂപ്പി വെക്കും. ഈ ഭയം ശിർക്കാണ്. ഇവിടെ പാമ്പ് കൊത്തുന്നുള്ള പേടിയല്ല. ആ പാമ്പിൽ നിന്ന് അല്ലാത്തൊരു വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദോഷം വരുമോ, അത് കോപിക്കുമോ, അതിൻ്റെ ഭാഗത്ത് എനിക്ക് ഒരു മറഞ്ഞ വഴിക്ക് എന്തെങ്കിലും പ്രയാസം വരുമോ എന്ന ഭയമാണ് അവിടെ. വ്യവസ്ഥകൾ അടിസ്ഥാനത്തിലുള്ള ഭയമല്ല. നമ്മളെ പേടിയോ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ്. അത് വന്നതിനെ കുത്തുമോ, വിഷം കയറുമോ, ആ പേടി നമുക്കുള്ളൂ. അല്ലാത്ത അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ അടിച്ചു കൊല്ലാൻ പറ്റും നോക്കും, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ പറ്റും നോക്കും. മറ്റോ അടിച്ചു കൊല്ലാൻ നോക്കൂല. ഓനെ കൈകൂപ്പി അതിനെ പ്രീതിപ്പെടുത്തി അതിൻ്റെ സെർവ് ഒഴിവാക്കാനാണ് അവൻ ശ്രമിക്കുക. ആ ഭയം ശിർക്കാണ്. ജാറത്തിന് മുമ്പ് കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ഭയമുണ്ട്. ആ ജാറത്തിൽ ആൾ എന്നെ കാണും, എൻ്റെ പ്രശ്നം അറിയും, എൻ്റെ എല്ലാ വിഷയം അറിയും എന്ന പേടിയാണ് അവിടെ. ആ ഭയം ഇബാദത്താകുന്ന ഭയമാണ്, ശിർക്കാകുന്ന ഭയമാണ്. അവിടെ പണം കൊടുക്കുന്നു, അത് കേവലം സദഖയല്ല. ഒരു പള്ളിൻ്റെ പോകുമ്പോൾ പള്ളിക്ക് പത്തുൾപ്പെട്ടു, അത് ഇബാദത്താണ്, അത് കൂലിട്ടും. ജാറത്തോടെ പത്തുൾപ്പെട്ടതോ ശിർക്കായി മാറും. എന്തേ കാരണം? ഒരേ പണിയല്ലേ. ഇവിടെ പ്രേരകം മറ്റൊന്നാണ്. ഇതാണ് ഇബാദത്തിൻ്റെ അസ്ല്. അപ്പോൾ അഭൗതികമായ കഴിവ് ഒരു സൃഷ്ടിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അർപ്പിക്കപ്പെടുന്ന സ്നേഹം, ഭയം, അർത്ഥന, തേട്ടം തുടങ്ങിയ എല്ലാ ചെയ്തികളും ഇബാദത്തിന് വകഭേദമായി മാറും. അത് ജിന്നുണ്ടായ ശിർക്കായി മാറി, അത് ഇൻസുളായ ശിർക്കായി മാറി, അത് ഏത് പരപ്പരം ശിർക്കായി മാറി. എന്നാൽ ഇൻസുളായ ശിർക്കല്ല, ജിന്നായ ശിർക്കാണ്. അങ്ങനെ വേർതിരിവില്ല. അതാണ് ഇപ്പോൾ ചില മനുഷ്യന്മാരുണ്ടാക്കിയ ഫിത്ന. ഒരേ കാര്യം ഇൻസുളാണെങ്കിൽ ശിർക്കല്ല, ജിന്നോടായ ശിർക്കായി. അങ്ങനെ ഉണ്ടാവില്ല. ശിർക്ക് തൗഹീദിൻ്റെ മാനദണ്ഡം അതല്ല. അതിൻ്റെ മാനദണ്ഡം പടച്ച റബ്ബിന് മാത്രം ഖാസ്വായത് പടപ്പിനെ വകച്ചു കൊടുക്കാനാണ്. അത് എവിടെ വകവെച്ച് കൊടുത്തോ അവിടെ ശിർക്ക് വന്നു. ഇല്ലേ ശിർക്ക് വരുന്നില്ല. ഹറാമായതുണ്ടാകും, ഹലാലായതുണ്ടാകും. വ്യവസ്ഥയുണ്ട്, പക്ഷെ ഹറാമാണ്. നേരത്തെ പറഞ്ഞല്ലോ, വിഭജിച്ച സന്താനം ഉണ്ടാകും, വ്യവസ്ഥയാണ്, പക്ഷെ അത് ഹറാമാണ്, ഉപയോഗിക്കാൻ പറ്റില്ല. വ്യവസ്ഥയില്ലാത്തതുകൊണ്ടല്ല ശിർക്ക് വരില്ല. വ്യവസ്ഥയുണ്ട്, പക്ഷെ ആ വ്യവസ്ഥ നമുക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല. മോഷ്ടിച്ച പണമുണ്ടാകും, വ്യവസ്ഥയാണ്, പക്ഷെ ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ നമുക്ക് അനുവാദമില്ല. സിഹ്ർ ചെയ്താൽ ഉപദ്രവിക്കാൻ പറ്റും, വ്യവസ്ഥയാണ്, പക്ഷെ അത് ഉപയോഗിക്കാൻ പാടില്ല, അത് നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ട് എന്നുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റണമെന്നില്ല. വ്യവസ്ഥ ഉണ്ടാകുകയും ഇസ്ലാം അത് അനുവദിക്കുകയും ചെയ്യണം, അപ്പോഴേ അത് ഹലാലായി മാറുകയുള്ളൂ. ഏതാണെങ്കിലും ഈ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ എവിടെയും എല്ലാ കക്ഷികളും തെറ്റിപ്പോലെ അവിടെ തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും അവൻ്റെ അസ്മായിലും നാമങ്ങളിലും വിശേഷത്തിലും പ്രവൃത്തിയിലും എല്ലാം റബ്ബ് ഏകനാണ്. അവിടെ തുല്യമാകുന്ന ആരും തന്നെ ഇല്ല. വഹ്ദഹു ലാ ശരീക്കല. ഒരു പടപ്പും, ഒരു ജിന്നാവട്ടെ, ഇൻസാവട്ടെ, മലക്കാവട്ടെ, നബിയാകട്ടെ, വലിയാകട്ടെ, എത്ര വലിയ ആൾദൈവമാകട്ടെ, അങ്ങനെ ഒരു കഴിവില്ല, അങ്ങനെ സിദ്ധിയില്ല, അത്ര ഒരു കാഴ്ചയില്ല, കേൾവിയില്ല, അറിവില്ല, കഴിവില്ല. ഉള്ളതൊക്കെ എന്തേ ഉള്ളൂ? അള്ളാഹ് സൃഷ്ടിക്ക് വെച്ചു കൊടുത്ത വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ പ്രകാരമുള്ള കാഴ്ച ഉണ്ടാകും, കേൾവിണ്ടാകും, അറിവുണ്ടാകും, കഴിവുണ്ടാകുമെന്നല്ലാതെ അതിനപ്പുറമുള്ള കാഴ്ചയോ കേൾവിയോ അറിവോ കഴിവോ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ ആ വിഷയത്തിൽ പങ്കു ചേർക്കൽ വന്നു. ആ അർത്ഥത്തിൽ തേടിയാൽ ആ തേട്ടം പ്രാർത്ഥനയായി മാറുകയും ചെയ്തു. ഇതാണ് അടിസ്ഥാനം. ഏറ്റവും ഭംഗിയായി പരിചയപ്പെടുത്തിയാൽ കുഞ്ഞിരി മദനി റഹിമത്തുള്ളയുടെ 2 പുസ്തകങ്ങൾ. ഒന്ന് തൗഹീദ് ഇസ്ലാമിലെ ജീവൻ എന്ന പുസ്തകം, ഏറ്റവും ഭംഗിയായി വളരെ സിമ്പിളായി ഒരുപാട് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് മൗലവി അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 2 അദ്ദേഹം തന്നെ എഴുതിയ തൗഹീദ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന പുസ്തകവും. 2 ഏതാണ്ട് കണ്ടന്റ് ഒരു ആശയമാണ്, ഇതിനെ കുറച്ചുകൂടെ വിശാലമായി അദ്ദേഹം കൈകാര്യം ചെയ്തു എന്ന് മാത്രം. അതേപോലെ കെ മൗലവി റഹിമത്തുള്ളയുടെ അദ്ദുആ വൽ ഇബാദ എന്ന പുസ്തകം, അത് ജമിത്തുലമയാണ് പണ്ടിറക്കിയത്. പിന്നീട് അതിനെ ലിപി മാറ്റി, അന്ന് അറബി മലയാളത്തിലായിരുന്നു, ലിപി മാറ്റി മലയാളത്തിലേക്ക് ആക്കി അത് വീണ്ടും ഇറക്കിയിട്ടുണ്ട് എന്ന്. അദ്ദുആ വൽ ഇബാദ 1932 അന്നത്തെ അൽ മുസ്ലിം മാസികയിലേക്ക് വന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് കെ മൗലവി കൊടുത്ത മറുപടികൾ പിന്നീട് ക്രോഡീകരിച്ച് പുസ്തകമാക്കി ജമിത്തുലമ 1932 പ്രസിദ്ധീകരിച്ചതാണ്. അത് അറബി മലയാളത്തിലാണ്. ഇപ്പം അത് മൊഴി മാറ്റി, വേറെ വ്യാഖ്യാനമൊന്നുമില്ല, അറബി മലയാളം മാറ്റി നേരെ അത് മലയാളത്തിലാക്കി ഇറക്കിയിട്ടുണ്ട് എന്ന് മാത്രം. അത് ഈ വിഷയം നല്ലൊരു അവലംബമാണ്. ആ നിലക്കുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്കിത് കൃത്യമായി ഈ വിഷയങ്ങൾ ഒന്നുകൂടെ ബോധ്യപ്പെടാൻ അത് നിമിത്തമാണ്. ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ തിരുത്തുന്ന പുസ്തകം ഈ വിഷയം നല്ലൊരു സോഴ്സാണ്. അത് ഇയ്യാക സ്ഥലീൻ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ മൗലവി വളരെ വിശദമായി എല്ലാ വകഭേദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഇതെല്ലാം കൂടി ചേർത്തി വെച്ചുകൊണ്ട് വിശുദ്ധ ബുക്കുണ്ട് തൗഹീദിൻ്റെ മൗലികത ഇതിപ്പോൾ ഞാനാണ് എഴുതിയത്. എൻ്റെ വക ഒന്നുമില്ല, ഇതിനൊക്കെ എടുത്തിട്ട് എല്ലാം കൂടി കൂട്ടി വെച്ച് ഒന്നിച്ച സ്ഥലത്ത് കിട്ടാൻ പറ്റും ആക്കിയേ ഉള്ളൂ. ഈ പറഞ്ഞതെല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുവന്നപ്പോൾ കെ മൗലവി എഴുതിയത്, കുഞ്ഞിരി മൗലവി എഴുതിയത്, ഇങ്ങനെ ഓരോരുത്തർ എഴുതിയത് നേരെ കോട്ട് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ആ പുസ്തകത്തിൽ ചെയ്ത്. എല്ലാ പുസ്തകവും എല്ലാവർക്കും എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ ഒന്നിന് കിട്ടാൻ വേണ്ടി ചെയ്തൊരു പണി മാത്രമാണ് തൗഹീദിൻ്റെ മൗലികത എന്ന പേരിൽ വിശുദ്ധ ബുക്സ് അത് പുറത്തിറക്കിയിട്ടുള്ളൂ. അത് വായിച്ചാൽ ഈ പറയപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് ഉദ്ധരണികൾ, കെ എം മൗലവി മുതൽ ഇങ്ങോട്ട്, പി അബ്ദുൽ ഖാദർ മൗലവി മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് നമ്മുടെ മുൻകാല പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ എല്ലാം ഒന്നിച്ച് കൊട്ടിയ പുസ്തകമാണ്. ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക, പഠിക്കുക. പടച്ച റബ്ബ് എല്ലായിടത്തും നമ്മൾ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.